ബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. മാനാതീത ഗുണാകരാ സുമനസാമഗ്രേ സരശ്രീപദീ ധ്യാനാവസ്ഥിതമാനസ പരിണത പ്രജ്ഞ പ്രകൃഷ്ടാശയ നാനാ വിശാരദാ പ്രണിപതൽ ഭക്തൗരജൈരാവൃത ജ്ഞാനാനന്ദയതീശ്വരോ വിജയതേ സൗജന്യരത്നാകര. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ബാലകൃഷ്ണം പരം ഗുരും. വാഗീശാദ്യാസു മനസാം സർവാർത്ഥാനാമുപക്രമേയം നത്വാ കൃതകൃത്യാ സ്യുസ്തം നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീമക്ഷമാലാം ദദാനാ ഹസ്തേനൈകേന പദ്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാം കുന്ദേന്ദുശംഖസ്ഫടികമണിനിഭാ ഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവഥാ സുപ്രസന്നാം. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലഞ്ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഭദ്രകാളി നമസ്തേസ്തു ഭദ്രേ വിദ്രാവിദാസുരേ രുദ്രനേത്രാഗ്നിസംഭൂതേ ഭദ്രമാശു പ്രയശ്ച മേ. മാതർമേ മധുകൈഡഭോഗ്രമകിഷപ്രാണാപഹാരോദ്യദേഹേലാ നിർമ്മിതധൂമ്രലോചനവദേഹേ ചണ്ഡമുണ്ഡാർദിനീ നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ശ്രീ മഹാദേവ്യൈ നമഃ. ഗുരുവായൂരപ്പാ ശരണം. സജ്ജനങ്ങൾക്കൊക്കെ വിനീതമായ നമസ്കാരം. ഭീഷ്മസ്തുതിയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടത്. അതിനുശേഷം പിന്നെ ശ്രീപരീക്ഷത്തിൻ്റെ രാജ്യഭരണവും അതിനുശേഷം പിന്നെ ശ്രീപരീക്ഷത്തിൻ്റെ ജനനത്തെക്കുറിച്ചൊക്കെ വർണ്ണിക്കുന്നുണ്ട്. പിന്നെ വിതുരൻ തീർത്ഥാടനം അവസാനിപ്പിച്ച് തിരിച്ച് കൊട്ടാരത്തിലേക്ക് വരുന്നതും അതിനുശേഷം ഇപ്പോൾ ഭഗവാന്റെ സ്വധാമഗമനം കഴിഞ്ഞു. ഒരുപാട് ദുർനിമിത്തങ്ങൾ പ്രപഞ്ചത്തിൽ കാണാൻ തുടങ്ങി. ശ്രീനാരദ മഹർഷി വന്ന് ധർമ്മപുത്രരോടും കൂട്ടരോടും പറഞ്ഞു, ഭഗവാൻ അവതാര കാര്യങ്ങളൊക്കെ സാധിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഭഗവാൻ തൻ്റെ അവതാര ശരീരം ഉപേക്ഷിക്കും. പിന്നെ നിങ്ങൾക്കും രാജ്യം ഭരിക്കാൻ സുഖമായിട്ട് തോന്നുന്നൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ വഴി എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനായിട്ട് പരിശ്രമിക്കുക. ഇപ്പോഴും നമുക്കൊക്കെ ജീവിതത്തിൽ ഓരോ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ആ ലക്ഷ്യമൊന്നും ഇപ്പോൾ കാണാനൊന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ ശരീരം അവസാനം യോഗഭാവത്തിൽ ഉപേക്ഷിക്കണം അല്ലേ? ഭീഷ്മർ ഉപേക്ഷിച്ച പോലെ. അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ നിയമം തന്നെ അന്തേ നാരായണ സ്മൃതി, ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് സ്മരണയോടുകൂടി ശരീരത്തെ ഉപേക്ഷിക്കണം. ഇത് മനസ്സിലാക്കിയതോടുകൂടിയിട്ട് 36 വയസ്സുണ്ട് ഇപ്പോൾ ശ്രീപരീക്ഷത്തിനെ രാജാവായിട്ട് അഭിഷേകം നടത്തിയിട്ട് പാണ്ഡവന്മാർ പാഞ്ചാലിയോട് കൂടിയിട്ട് മഹാപ്രസ്ഥാനത്തിനായിട്ട് ശ്രമിച്ച് അങ്ങനെ വടക്കോട്ട് യാത്രയായി. അവർ മഹാപ്രസ്ഥാനത്തിലൂടെ ശരീരം ഉപേക്ഷിച്ചു എന്നാണ് കഥ. തപസ്സിന് ചെന്നതായിട്ടുള്ള ഗാന്ധാരിയും ധൃതരാഷ്ട്രരും 5 ദിവസത്തെ തപസ്സിൻ്റെ പ്രഭാവം കൊണ്ട് പരമഗതിയാവുന്ന മോക്ഷത്തെ പ്രാപിച്ചു എന്നും വിതുരൻ തൻ്റെ ആ ശരീരത്തെ യോഗാവസ്ഥയിൽ ഉപേക്ഷിച്ച് തൻ്റെ യഥാർത്ഥ സ്ഥാനമായിട്ടുള്ള യമപദവിയെയും പ്രാപിച്ചു എന്നും പറഞ്ഞിട്ടാണ് പാണ്ഡവ സ്വർഗാരോഹണത്തെക്കുറിച്ച് ഉപസംഹരിക്കുന്നത് ഭാഗവതത്തിൽ.
ഒരു രാജാവിന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻസ് വേണോ അത് മുഴുവൻ ഒത്തിണങ്ങിയ ഒരു മഹാപ്രഭാവമാണ് ശ്രീ പരീക്ഷത്ത്. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെ അവിടെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ്. പൂർവികന്മാരായിട്ടുള്ള പാണ്ഡവന്മാരെ എപ്രകാരം ശ്രീകൃഷ്ണ ഭക്തന്മാരായിട്ടായി ഇരുന്നുവോ അതുപോലെ ഭഗവത് ഭക്തിയിൽ മനസ്സിനെ ഉറപ്പിച്ചുകൊണ്ടാണ് ശ്രീ പരീക്ഷത്ത് രാജ്യം ഭരിക്കുന്നത് എന്നാണ്. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് ദിഗ്വിജയം ചെയ്യണം എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ടു എന്നൊക്കെയാണ് കഥ. ആ ദിഗ്വിജയത്തിനായിട്ട് പുറപ്പെട്ട ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും എന്താ അവിടെയുള്ള ആളുകളൊക്കെ പറയണത്, ഇതിനു മുമ്പ് രാജ്യം ഭരിച്ച പാണ്ഡവന്മാരുടെ മാഹാത്മ്യങ്ങളെക്കുറിച്ച്, എപ്രകാരമാണോ പാണ്ഡവന്മാർ ധർമ്മനിഷ്ഠയോടുകൂടി ധർമ്മപുത്രൻ രാജ്യം ഭരിച്ചത്, അതുപോലെ തന്നെ ആ പാണ്ഡവന്മാരോട് ഭഗവാനുള്ള ആ ഭക്ത വാത്സല്യം, പാണ്ഡവന്മാർക്ക് ഭഗവാനോടുള്ള ഭക്തി, ഇതിനെക്കുറിച്ചൊക്കെയാണ് കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി എന്നാണ്. അവർക്കൊക്കെ വേണ്ടതുപോലെ ആ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് അദ്ദേഹം അങ്ങനെ നടക്കുകയാണ്. ഉത്തരൻ്റെ പുത്രിയായിട്ടുള്ള ഇരാവതിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത്. നോക്കൂ, മുത്തശ്ശന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ മഹാപ്രസ്ഥാനം ചെയ്തതോട് കൂടിയിട്ടാണ് ശ്രീ പരീക്ഷത്തിന് രാജ്യഭരണത്തിനുള്ള ഒരവസരം കിട്ടിയത്. ഇവിടെ പറയുന്നുണ്ട്, ദ്വിജവൈദ്യ ശിക്ഷയാ മഹീം മഹാഭാഗവതശാസഹ. അതായത് ബ്രാഹ്മണരുടെ അനുഗ്രഹത്തോടു കൂടിയിട്ട് അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരാൽ ഏൽപ്പിക്കപ്പെട്ട രാജ്യത്തെ വേണ്ടതുപോലെ ധർമ്മപരിപാലനം ചെയ്തു. ഉത്തരൻ്റെ പുത്രിയായിട്ടുള്ള ഇരാവതിയെ വിവാഹം കഴിച്ചു എന്നും അതിൽ ജനമേജയം തുടങ്ങിയിട്ട് 4 പുത്രന്മാരുണ്ടായി എന്നൊക്കെയാണ് കഥ. കൃപാചാര്യരെ പുരോഹിതനാക്കിയിട്ട് ഗംഗാനദിയുടെ തീരത്ത് വെച്ച് 3 അശ്വമേധയാഗങ്ങൾ ഭൂരിദക്ഷിണയോടുകൂടി നടത്തി. അങ്ങനെ അദ്ദേഹം രാജ്യം ഭരിക്കുകയാണ്. ആ ദിഗ്വിജയത്തിനായിട്ട് അദ്ദേഹം സഞ്ചരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ഒരു പശുവിനെയും കാളയെയും വല്ലാണ്ട് ഉപദ്രവിക്കുന്ന ഒരു രാജാവിൻ്റെ വേഷം ധരിച്ചൊരു ശൂദ്രനെ കാണുകയാണ്. അത് രാജാവിൻ്റെ വേഷം ധരിച്ച ശൂദ്രൻ കലിയായിരുന്നു എന്നാണ് അവിടെ പറയണത്. ആ പരീക്ഷത്ത് ആ കലിയെ നിഗ്രഹിച്ചു എന്നാണ്. പാണ്ഡവന്മാർക്ക് പോലും കഴിയാത്തതാണ് ഒരു യുഗത്തിൻ്റെ അതിദേവതയായിട്ടുള്ള കലിയെ തന്നെ തൻ്റെ വരച്ച വരിയിൽ നിർത്താൻ ശ്രീ പരീക്ഷത്തിന് കഴിഞ്ഞു എന്നാണ് പറയണത്. അപ്പോൾ പാണ്ഡവന്മാരെക്കാളും ഒരു പടി മുന്നിലാണ് ശ്രീ പരീക്ഷത്തിൻ്റെ അവസ്ഥ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ചോദിച്ചു ശൗനകാദി മഹർഷിമാർ, അല്ല ആരാണ് ഈ ശൂദ്രൻ്റെ വേഷം കെട്ടിയ രാജാവിൻ്റെ വേഷം ധരിച്ച ശൂദ്രൻ? ആ പശു കാളാന്നൊക്കെ പറഞ്ഞുല്ലോ, ഇവർ ഭഗവാന്റെയും ഭഗവത് ഭക്തന്മാരുടെയും കഥകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ അത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം. നമ്മൾ എപ്പോഴും ഈശ്വരനെക്കുറിച്ച് സ്മരിക്കുക, ഈശ്വരനെക്കുറിച്ചുള്ള സംഭാഷണം ചെയ്യുക, അതാണ് ശരിക്ക് ആ ദിവസത്തെ പൂർണ്ണമാക്കി തീർക്കുന്നത്. വേണ്ടാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളും ദുഷിക്കും, അന്തരീക്ഷവും ദുഷിക്കും, ലോകവും ദുഷിക്കും. അപ്പം എപ്പോഴും ഈശ്വരൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുക, കേൾക്കുക, അതാണ് മർത്യന്മാരായിട്ടുള്ള നമ്മുടെയൊക്കെ കർത്തവ്യം. എന്താ മർത്യന്മാരെന്ന് വെച്ചാൽ നമ്മളൊക്കെ മരിച്ചു കൊണ്ടിരിക്കുന്ന കൂട്ടരാണ്. അങ്ങനെ മരണവക്രത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മളൊക്കെയും സത്യത്തെ അറിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഓരോ നിമിഷവും ഈശ്വര സ്മരണയോട് കൂടിയിട്ട് അതിനെ അതായത് പൂർണ്ണമാക്കാനായിക്കൊണ്ട് നമ്മൾ ശ്രമിക്കണം. അതിനുള്ള വലിയൊരു സൗഭാഗ്യമാണ് ഇപ്പോൾ ഈ ദേവീക്ഷേത്ര സന്നിധിയിൽ ഭഗവാനും ആ ഭഗവതിയും കൂടെ ഒരുക്കി തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ വേണ്ടതുപോലെ നമ്മൾ പ്രയോജനപ്പെടുത്താൻ ഓരോരുത്തരും തയ്യാറാവണം. എങ്കിലേ ഈ സത്രം കൊണ്ട് നമുക്ക് ഈ നശിക്കുന്ന ഈ ശരീരം കൊണ്ട് എപ്പോഴും ദുഃഖം മാത്രം തരുന്ന ലോകത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് വിട്ട് ശാശ്വതമായിട്ടുള്ള നമ്മുടെയൊക്കെ സ്വരൂപമായിട്ടുള്ള ആനന്ദത്തിലേക്ക് എത്താനായിക്കൊണ്ട് കഴിയുള്ളൂ.
അപ്പോൾ അവിടെ പറഞ്ഞു അത് കൃഷ്ണൻ്റെ കഥകളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ശ്രീകൃഷ്ണൻ്റെ ഭക്തന്മാരുടെ കഥകളുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞു തരണം എന്നാവശ്യപ്പെടുകയാണ് ശൗനകാദികൾ. അപ്പോഴാണ് ഇനി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് സൂതൻ. പരീക്ഷത്ത് ദിഗ്വിജയം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭദ്രാശം, കേതുമാലം, ഭാരതം, ഉത്തരകുരു, കിംപുരുഷം തുടങ്ങിയിട്ടുള്ള വർഷങ്ങളിലൊക്കെ അദ്ദേഹം സഞ്ചരിച്ചു. അപ്പം എന്താ അവിടെ കേൾക്കുന്നത്? ഇതിനു മുമ്പ് രാജ്യം ഭരിച്ച പാണ്ഡവന്മാരുടെ മാഹാത്മ്യം, ശ്രീകൃഷ്ണ ഭഗവാന് പാണ്ഡവന്മാരോടുള്ള ഭക്തവാത്സല്യം, പാണ്ഡവന്മാർക്ക് ഭഗവാനോടുള്ള ഭക്തി, ഇതൊക്കെയാണ് കേൾക്കുന്നത്. അജനമരൻ അമരവരരിപുസുതനു സൂതനായി ആചരിച്ചിലയോ സാരഥ്യവേലയും. അവര് പറയുക ആ പാണ്ഡവന്മാർക്ക് ഭഗവാൻ എന്തെല്ലാം കൈങ്കര്യങ്ങൾ ചെയ്തു കൊടുത്തു, അതൊക്കെയാണ് ഇവിടെ കേൾക്കുന്നത്. ആ പാണ്ഡവന്മാരെ പല രീതിയിലും അനുഗ്രഹിച്ചു. കൂടെ ദൂതനായിട്ട്, സൂതനായിട്ട്, ചങ്ങാതിയായിട്ട്, പാണ്ഡവന്മാരുടെ യുദ്ധശിബിരത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഉറക്കൊളിച്ചിരിക്കുക ഭഗവാൻ. അങ്ങനെ എത്രയെത്ര പാണ്ഡവന്മാർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാ സാരഥ്യ പാരിഷത സേവന സഖ്യദൗത്യ വീരാസനാനുഗമനസ്തവന പ്രണാമാൻ സ്നിഗ്ധേഷു പാണ്ഡുഷു ജഗൽ പ്രണതിം ജുഷ്ണോർ ഭക്തിം കരോതി നിർവതിച്ചരണാരവിന്ദേ. ആ ഭഗവാന്റെ മാഹാത്മ്യങ്ങൾ ഇങ്ങനെ ഭക്തന്മാർ ആ പാണ്ഡവന്മാരോടുള്ള വാത്സല്യത്തെയൊക്കെ അങ്ങനെ കേൾക്കുകയാണ്. അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. അവർക്കൊക്കെ വേണ്ടതായിട്ടുള്ള സമ്മാനങ്ങളൊക്കെ കൊടുക്കുക മാത്രമല്ല, പിന്നെയോ ആത്മാനഞ്ച പരിത്രാതം അശ്വത്ഥാംനാസ്ത്ര തേജസ സ്നേഹഞ്ച വൃഷ്ണിപാർത്ഥാനാം തേഷാം ഭക്തിം ച കേശവേ. അമ്മയുടെ ഗർഭത്തിൽ 7ാമത്തെ മാസത്തിൽ കിടക്കുന്ന സമയത്ത് ദ്രൗണിയുടെ ബ്രഹ്മാസ്ത്രം കൊണ്ട് ദഹിക്കാൻ തുടങ്ങിയതാ. അപ്പോഴോ അമ്മ തൻ ഗർഭത്തിൽ വച്ചു രക്ഷിച്ചതും, അമ്മയുടെ ഗർഭത്തിൽ കിടന്ന് താൻ ദഹിക്കാൻ തുടങ്ങിയ സമയത്ത് ഏതൊരു ഭഗവാനാണോ തന്നെ വന്ന് രക്ഷിച്ചത് ആ കഥയൊക്കെ പറയണതാണ്. ഇതൊക്കെ കേട്ടപ്പോൾ എന്തുണ്ടായി? പാണ്ഡവന്മാരെക്കാളും മികച്ച ഒരു ശ്രീകൃഷ്ണ ഭക്തനായിട്ട് തീർന്നു ശ്രീ പരീക്ഷിത്ത് എന്നാണ്. അങ്ങനെ അദ്ദേഹം അവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ കൊടുത്ത് സരസ്വതി നദിയുടെ തീരത്തെത്തിയപ്പോഴാണ് 3 കാലിൻ്റെ സ്വാധീനവും നഷ്ടപ്പെട്ട് 1 കാലിൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന ഒരു ചടച്ചു മെലിഞ്ഞ ഒരു കാള. ആ കാളയുടെ അടുത്ത് കിടാവ് ചത്ത് നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പരവശിയായിട്ടുള്ള ഒരു പശു. ഈ പശുവും കാളയും തമ്മിൽ നടക്കുന്ന ഒരു സംവാദമാണ് ഇവിടെ വർണ്ണിക്കുന്നത് എന്നാണ്. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നത് എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം, എന്താണ് എൻ്റെ ദുഃഖത്തിന് കാരണം എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുക. അപ്പോഴാണ് ആ 3 കാലിൻ്റെ സ്വാധീനവും നഷ്ടപ്പെട്ട് 1 കാലിൻ്റെ സ്വാധീനത്തിൽ നിൽക്കുന്ന കാളയെ രാജാവിൻ്റെ വേഷം ധരിച്ച ശൂദ്രൻ ആ കാലിനെയും തച്ചു തകർക്കാൻ ശ്രമിക്കുകയാണ്. എന്താ അതിൻ്റെ താല്പര്യം? ഈ കാളയുടെ രൂപത്തിൽ നിൽക്കുന്നത് ധർമ്മദേവൻ, പശുവിൻ്റെ രൂപത്തിൽ നിൽക്കുന്നത് ഭൂമിദേവി എന്നാണ്. 3 കാലിൻ്റെ സ്വാധീനവും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞത് എന്താ? കലിയുഗമാകുമ്പോൾ ധർമ്മത്തിൻ്റെ 3/4% നശിച്ചു, 1/4% ബാക്കിയുള്ളൂ. അതാണ് 1 കാലിൻ്റെ സ്വാധീനത്തിലാണ് ഇപ്പം ഈ കാള നിൽക്കുന്നത് എന്ന് പറയണം. 4 സാധാരണ ഇപ്പോൾ ഒരു മേശയാണെച്ചാൽ 4 കാലും ഉണ്ടെങ്കിലേ നിൽക്കുള്ളൂ ഇല്ലേ? ഇതുപോലെ ഈ ലോകത്തിൽ ധർമ്മത്തിന് 4 പാദങ്ങളാണുള്ളത്: സത്യം, ശൗചം, ദയാദാനം. അതിൽ കലിയുഗമാകുമ്പോഴേക്കും സത്യമൊഴികെ ബാക്കിയുള്ള 3 പാദങ്ങളും നഷ്ടപ്പെട്ടു എന്നാണ്. സത്യമാകുന്ന 1 പാദത്തിലാണ് ധർമ്മം ഇപ്പം നിൽക്കുന്നത്. അതിനെയും തകർക്കുകയാണ് ആര്? രാജാവിൻ്റെ വേഷം കെട്ടിയ ശൂദ്രൻ എന്നാണ്. അപ്പോൾ ഇവിടെ രാജാവ് എന്ന പേര് മാത്രമേ ഉള്ളൂ, സ്വഭാവം മുഴുവൻ ശൂദ്രരുടെയാണ് എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇത് കണ്ട് അപ്പോഴാണ് ഭൂമിദേവിയാകുന്ന പശു ധർമ്മദേവനോട് പറയുകയാണ്, എൻ്റെ ദുഃഖത്തിന് കാരണം എന്താണെന്ന് അങ്ങേക്ക് നന്നായിട്ടറിയാം. എന്താ ദുഃഖത്തിന്? 3 കാലിൻ്റെയും സ്വാധീനവും നഷ്ടപ്പെട്ടിരിക്കുന്നു അങ്ങയുടെ. ഈ ധർമ്മത്തിൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ടാണ് എനിക്ക് ഈ ദുഃഖം. മാത്രമല്ല, ശ്രീകൃഷ്ണ ഭഗവാൻ അവതാരം സ്വീകരിച്ചു വന്ന് ധർമ്മ സംരക്ഷണം നടത്തിയതാണ് ഈ ഭൂമി. അവിടെ ഇപ്പോൾ
കലിയുടെ വാസസ്ഥാനമായിട്ട് ധർമ്മമൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദുഷ്ടരാജാക്കന്മാർ വന്ന് രാജ്യം ഭരിച്ച് ആ സകല അസമാധാനങ്ങൾക്കും അതുപോലെ തന്നെ അനിഷ്ടത്തിനും അനീതിക്കും കാരണമായിട്ടുള്ള രീതിയിലാണ് രാജ്യം ഭരിക്കുന്നത്. ഇതൊക്കെ ഓർത്തിട്ടാണ് എൻ്റെ ദുഃഖം. പറയണ ഞാൻ ഒരു കാലത്ത് വല്ലാണ്ട് അഹങ്കരിച്ചു. എപ്പോൾ ഭഗവാൻ അവതാര സ്വരൂപിയായിട്ട് ശ്രീകൃഷ്ണ സ്വരൂപത്തിൽ ഭൂമിയിൽ അവതരിച്ചിട്ട് വജ്രം, അങ്കുശം, ധ്വജം തുടങ്ങിയ പാദചിഹ്നങ്ങളോടുകൂടി ആ പാദാരവിന്ദങ്ങൾ എൻ്റെ മീതെ കൂടെയാണ് വെച്ച് നടന്ന് എന്നെ അനുഗ്രഹിച്ചത്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഈ 14 ലോകങ്ങളിൽ വെച്ച് ശ്രേഷ്ഠയാണ് ഞാൻ എന്നൊരു അഭിമാനം എനിക്കന്നുണ്ടായിരുന്നു എന്നാണ്. പക്ഷേ ഭഗവാൻ ഉപേക്ഷിച്ച് പോയതോട് കൂടിയിട്ടോ ഞാൻ അന്ന് അഭിമാനിച്ചതിൻ്റെ ആ ഒരു ശിക്ഷ എനിക്ക് തന്നോ എന്നാണ് ഇപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നാണ്. അപ്പം അങ്ങനെയുള്ള ഈ ഭൂമിദേവിയും ധർമ്മദേവനും തമ്മിൽ ഈ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ധർമ്മദേവനും ഭൂമിദേവിയും കാളയും പശുവിൻ്റെയും രൂപത്തിൽ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ശ്രീ പരീക്ഷത്ത് കുതിരപ്പുറത്ത് കയറിയിട്ട് ഈ സരസ്വതി തീരത്തെത്തുന്നത് എന്നാണ്. അവിടെ എത്തിയപ്പോൾ 3 കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ട ഒരു ഈ കാളയെ കണ്ടപ്പോൾ ആ ഒരു കാലിൻ്റെ സ്വാധീനത്തെയും തച്ച് തകർക്കുകയാണ് ഈ രാജാവിൻ്റെ വേഷം കെട്ടിയിട്ടുള്ള ശൂദ്രൻ. വാളെടുത്തു അദ്ദേഹം. അർജുനനോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാൻ ധർമ്മ സംസ്ഥാപനം നടത്തിയ ഈ പ്രപഞ്ചത്തിൽ ഭഗവാൻ ഇവിടെ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എന്ത് അധർമ്മവും ചെയ്യാം എന്നാണോ നീ വിചാരിച്ചിരിക്കുന്നത്? അധർമ്മികൾക്ക് എൻ്റെ രാജ്യത്തിൽ സ്ഥാനമില്ല, അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ശരിയാക്കുന്നും പറഞ്ഞ് വാളെടുത്തു. അതിനുശേഷം ധർമ്മദേവനായിട്ടുള്ള കാളയോട് പറഞ്ഞു, അങ്ങ് ആരാണ് എനിക്ക് മനസ്സിലായില്ല. പൂർവംശത്തിലെ രാജാക്കന്മാരായിട്ടുള്ള ഞങ്ങൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് ഒരിക്കലും ധാർമ്മികന്മാരായിട്ടുള്ള സജ്ജനങ്ങൾ ദുഃഖിക്കാൻ ഇടവരാൻ പാടില്ല. ഞാൻ അങ്ങയുടെ ദുഃഖത്തിന് നിവാരണം ചെയ്യുന്നുണ്ട്, അങ്ങയെ ഉപദ്രവിക്കുന്നവനെ ഞാൻ നശിപ്പിക്കുന്നുണ്ട്. ഭൂമിദേവിയാകുന്ന പശുവിനെയും ആശ്വസിപ്പിച്ചു ഈ പരീക്ഷത്ത്. എന്നിട്ടോ നേരെ ഈ രാജാവിൻ്റെ വേഷം ധരിച്ച ശൂദ്രൻ്റെ മുമ്പിലേക്ക് ചാടി വീണു വാളുമായിട്ട് എന്നാണ്. തന്നെ ഇപ്പം ഞാൻ കൊല്ലുന്നാണ് പറയണത് എന്നാണ്. കലിന ധീരഭീരുണ. ഈ കലിയുടെ സ്വഭാവം എന്തറിയോ? നമ്മുടെയൊക്കെ മുമ്പിൽ വന്നാൽ നമ്മളെ കയറി അങ്ങ് ഭരിക്കും എന്നാണ്. ധീരന്മാരുടെ മുമ്പിൽ എത്തിയാൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കും. എന്താ കൽപ്പിച്ചാലും ഞാൻ ചെയ്തോളാം എന്നും പറഞ്ഞിട്ടൊക്കെയാ. ഈ കലിയൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോഴാണ് പറഞ്ഞത്, നീ ആരാണ്? അധർമ്മമാണ് നീ ചെയ്യുന്നത്, നിനക്ക് എൻ്റെ രാജ്യത്തിൽ സ്ഥാനമില്ല, തന്നെ ഇപ്പം കൊല്ലും എന്നാണ്. ഇത് കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ഓടി വന്ന് ശ്രീപരീക്ഷത്തിൻ്റെ കാക്കൽ വീണ് നമസ്കരിക്കുകയാണ്. എപ്പോഴും ധാർമ്മികന്മാരായുള്ള രാജാക്കന്മാർ അഭയം ചോദിച്ച് വന്ന ആൾക്ക് അഭയം കൊടുക്കും, അവരെ കൊല്ലില്ല എന്നാണ്. നീ എന്നെ നമസ്കരിച്ചതോടെ ഞാൻ തന്നെ കൊല്ലണില്ല, നീ അധർമ്മിയാണ്, എൻ്റെ രാജ്യത്ത് അധർമ്മത്തിന് സ്ഥാനമില്ല, എൻ്റെ രാജ്യം വിട്ട് നീ പോകണം എന്നാണ്. അപ്പോൾ പറഞ്ഞു, ഞാനാണ് കലി എന്നാണ്. കലി ഭൂമിയിലല്ലാണ്ട് വേറെ അവിടെ പോയിട്ട് കലി ഉണ്ടാവുക? അങ്ങണച്ച സപ്തദ്വീപുകളെയും അടക്കി ഭരിക്കുന്ന ചക്രവർത്തി ഞാനിപ്പോൾ ഇവിടുന്ന് താമസം മാറ്റി അപ്പുറത്തേക്ക് ചെന്നാൽ അങ്ങ് അവിടെയും വരും. കാരണം അങ്ങയുടെ തന്നെയാണ് അതും. അപ്പോൾ എവിടെ ചെന്നാലും എനിക്ക് രക്ഷയില്ലാന്ന് എനിക്കറിയാം. അതുകൊണ്ട് ചില സ്ഥാനങ്ങൾ എനിക്ക് തന്നാൽ ഞാൻ അവിടെ അടങ്ങി ഒതുങ്ങി വിനീതനായിട്ട് കഴിഞ്ഞോൾ. എന്ത് ഭവ്യത അറിയോ കലിക്ക് എന്നാണ്. സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി നമ്മുടെ ഉള്ളിലില്ലേ ഈ സൂത്രമൊക്കെ? ധന്യ കലിയും സാധിച്ചത് എന്നാണ്. അടങ്ങി ഒതുങ്ങി നിന്ന് ഞാൻ കഴിഞ്ഞോളാം എന്നാണ്. പാവാണ് ഏതൊന്നും കണ്ടാൽ. ഈ ഒട്ടകത്തിന് തല വയ്ക്കാൻ ഇടം കൊടുത്ത പോലെയാ. ഇതാണ് ഈ കലിയെ വാഴാൻ. അതിനെ ഉപേക്ഷിച്ചാലും കുഴപ്പം, സ്വീകരിച്ചാലും കുഴപ്പമാണ്. അപ്പോൾ പറഞ്ഞു, ഈ കലി ഏതായാലും തന്നെ വന്ന് നമസ്കരിച്ചതല്ലേ, എന്നാൽ അപ്പം കൊല്ലില്ല, എന്നാൽ 4 സ്ഥാനങ്ങൾ തരാം എന്ന് പറഞ്ഞ്. എന്താ ഈ കലിയുടെ സ്വഭാവം? അധർമ്മത്തിൻ്റെ ബന്ധുവാണ്, അധർമ്മത്തെ പോഷിപ്പിക്കുന്നവനാണ്. അപ്പം കലിയുള്ളതിക്കൽ അധർമ്മം ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും. ഏതായാലും പറഞ്ഞു, 4 സ്ഥാനങ്ങൾ നിനക്ക് തരാം, അതിലടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളണമെന്നാണ്. ഏതാ ഈ 4 സ്ഥാനം എന്ന് പറയാൻ കാരണം? ധർമ്മത്തിന് 4 പാദങ്ങളാണെന്നാണ് പറഞ്ഞത് അല്ലേ? സത്യം, ശൗചം, ദയ, ദാനം. അപ്പം ഈ 4 ബാധിച്ച് അവിടെ അധർമ്മം സ്ഥാപിക്കുക എന്നുള്ളതാണ് കലിയുടെ സ്വഭാവം. അപ്പം അതിനാദ്യം പറഞ്ഞത് എന്താ? ദ്യൂതം പാനം സ്ത്രീയാസൂന എത്ര അധർമ്മ ചതുർവിധ. ദ്യൂതം
ചൂതുകളി എന്നാണ്. ചൂതുകളി എന്ന് വെച്ചാൽ മത്സരബുദ്ധിയുള്ള എല്ലാ കളികളും ചൂതുകളിയാ. അതിപ്പോൾ അസത്യമാണ് അവിടെയൊക്കെ നടക്കുന്നത്. ഇപ്പോൾ ക്രിക്കറ്റ് ആണെങ്കിലും വേണ്ടില്ല, ഫുട്ബോൾ ആണെങ്കിലും വേണ്ടില്ല, അവിടെ മത്സരബുദ്ധി ഉണ്ടോ കലഹം ഉണ്ടാകും, അതിൻ്റെ പിന്നിൽ നാശം ഉണ്ടാകും എന്നാണ്. അങ്ങനെ ആദ്യത്തെ ചൂതുകളി, രണ്ടാമത് കൊടുത്തത് മദ്യപാനം എന്നാണ്. അഹങ്കാരത്തെ ഇങ്ങനെ വർദ്ധിപ്പിക്കുന്ന ഒരു വസ്തു വേറെ ഇല്ല എന്നാ പറയുക. ഏതോ ഒരു പാട്ടിൽ കേട്ടിട്ടുണ്ട്, കള്ളോളം നല്ലൊരു വസ്തു ഭൂലോകത്തില്ലടമന്ന, എള്ളോളം പള്ളിയിൽ ചെന്നാൽ ഭൂലോകം തരികിടതിത്തൈന. അഹങ്കാരം വർദ്ധിപ്പിക്കുന്ന സാധന. അത് മൂന്നാമതാണ് വ്യഭിചാരശാല എന്നാണ്, വേശ്യാവൃത്തി നടത്തുന്ന സ്ഥലം. നാലാമത് കശാപ്പ് ശാലകൾ, ദയക്ക് നേരെ വിപരീതമാണ് എന്നാണ്. ഈ 4 സ്ഥാനങ്ങൾ അനുവദിച്ച് കിട്ടിയപ്പോൾ ഇതിൽ 4 അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോളെന്നാണ്. ആലോചിച്ച് നോക്കണം. ഈ 4 സ്ഥാനങ്ങൾക്ക് ഇപ്പോൾ ഗവൺമെൻറ് ലൈസൻസ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നേരെയാവും? അപ്പോഴാണ് നമ്മളിവിടെ ഇരുന്നിട്ട് കലിയെ പരീക്ഷിച്ച് നിഗ്രഹിച്ച കഥ പറയണത് എന്നാണ്. ഏറ്റവും വലിയ റവന്യൂ ആണത്രേ അത് ഗവൺമെൻറ്റിൻ്റെ. ലോട്ടറിയും ബീവറേജും. അതൊരു ദിവസം അടച്ചിട്ടാൽ ഗവൺമെൻറ് കാശിക്ക് പോണ്ടി വരുന്നതാണ്. ആലോചിച്ച് നോക്കൂ. അവിടെയൊക്കെ കലിയുടെ സ്ഥാനങ്ങളാണെന്നാണ് പറഞ്ഞത്. ഇവിടെ എന്താ പറയണത്? ഈ 4 സ്ഥാനങ്ങൾ കൊടുത്തപ്പോൾ കലി പറഞ്ഞു ഇത് 4ഉം വേണ്ടാന്ന് വെച്ച് ചില ഭാഗ്യവാന്മാരെങ്കിലും നടക്കുന്നുണ്ടാവും അല്ലേ? ആരെങ്കിലുമൊക്കെ ഭാഗവതവും വായിച്ച് നാരായണിയും വായിച്ച് നടക്കുന്നുണ്ടാവും. അവരെയും പിടിക്കണം എന്നാണ്. അതിനെന്താ വഴി? ഒരു സ്ഥാനം കൂടെ പുനശ്ചയാജമാനായ കിട്ടുന്ന കേട്ടാൽ വീണ്ടും വീണ്ടും ചോദിക്കും. ചില ആളുകൾ കണ്ടില്ലേ, ഇലക്ഷൻ കാലത്തൊക്കെ കാണാം, തിരുവനന്തപുരത്തൊക്കെ ചെന്നാൽ ഇതുവരെ ഞങ്ങൾക്ക് 3 മന്ത്രിയല്ലേ കിട്ടിയത്, ഇപ്പം ഞങ്ങൾക്ക് 4 മന്ത്രി വേണം, 2 MLA കൂടുതലുണ്ട്. കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെയാ 1 പോയി 2. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഒട്ടകത്തിന് തലവെക്കാൻ ഇടം കൊടുത്ത പോലെയാ. പിന്നെ അങ്ങ് കയറി ഭരിച്ചോളുന്നാണ്. അപ്പം കിട്ടുന്ന കേട്ടപ്പോൾ അടുത്തൊരു സ്ഥാനം കുടിച്ച് 5ാമതൊന്നും കൂടെ വേണമെന്നാണ്. അപ്പോഴാണ് ജാതരൂപം, അതായത് സ്വർണം അല്ലെങ്കിൽ സമ്പത്ത് എന്നാണ്. അല്ലെങ്കിൽ സമ്പത്ത് എന്ന ഒരു വസ്തുവിൽ ആസക്തി വന്നാൽ ബാക്കി 4ഉം അതിൻ്റെ പിന്നാലെ വരും അല്ലേ? പണത്തിൽ ആസക്തി വന്നാൽ ആദ്യം എന്താ വരിക? അസത്യം. അതാണ് ഈ ചൂതുകളി എന്ന് പറഞ്ഞത്. അസത്യം പറയേണ്ടി വരില്ലേ? ആദ്യം പറയാ നിങ്ങൾ 100 കോടിയുടെ അഴിമതി കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ നടത്തിയിട്ടില്ല എന്നാണ്. പിന്നെ അന്വേഷണമായി, പിന്നെ അപ്പം പിന്നെ ഉറപ്പായി. അത് കഴിഞ്ഞ് 2ാമതാണ് അഹങ്കാരം എന്നാണ്. ധനമുള്ളവർക്കല്ലേ അഹങ്കാരം ഉണ്ടാവുള്ളൂ. 10 പൈസയ്ക്ക് വഴിയില്ലാത്തവരും വല്ല അഹങ്കാരം ഉണ്ടാവുമോ? ഇല്ല. 3ാമതാണ് മദ്യം അല്ലേ? എന്താ 4 കാശ് കയ്യിലെടുക്കാനുണ്ടാകുമ്പോഴാണ് വേണ്ടാത്തതൊക്കെ കഴിക്കണമെന്ന് തോന്നുക. ഇതൊക്കെ ഈ പണത്തിൽ നിന്ന് വരുന്ന അനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ആചാര്യസ്വാമികൾ അർത്ഥം അനർത്ഥം ഭാവയ നിത്യം എന്ന് പറയാൻ കാരണം. അപ്പം ഇങ്ങനെ ഇവിടെ എന്താ നമ്മളോട് പറയണത്? ഈശ്വരപ്രാപ്തിയാണ് ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് ബോധിച്ച ഒരാളും ഈ 5 സ്ഥാനം അല്ല, പണം എന്ന ഒരു വസ്തു കൈകൊണ്ടേ തൊടരുത് എന്നാണ്. അങ്ങനെ തൊട്ടാൽ അപ്പോൾ വിചാരിക്കുക ഈ പണത്തിൽ കരിയിട്ടേക്ക് നമുക്ക് കാര്യങ്ങളൊക്കെ നടത്തണ്ടേ? എല്ലാ സമ്പത്തിലും ഒന്നും കലിയില്ല കേട്ടോ. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ കഴിയാത്ത ധനത്തിലൊക്കെ ഉള്ളതാണ് കലി. സമ്പത്തിനെ എന്ത് ചെയ്യണം? ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കണം. ഏതാ ധാർമ്മിക? വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, അശരണരെ നമ്മുടെ കഴിവനുസരിച്ച് സഹായിക്കുക, രോഗികൾക്ക് രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താ? ഈ ധനം കൊണ്ട് പറ്റുകയാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. പിന്നെ ഏതിലെ കലിയുള്ളത്? അങ്ങനെയൊന്നും ചെയ്യാതെ നോക്കൂ, ധാർമ്മികമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ധനത്തെ കൊണ്ട് തന്നെയാണ് ചില ആളുകൾ ബോംബോ അതൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? എന്താ കാരണം? അവരുടെ ഉള്ളിലും അതിലും കലിയുണ്ട്. അതുകൊണ്ടാണ്. അപ്പം എപ്പോഴും ഈ സമ്പത്തിനെ നമ്മൾ ശുദ്ധാക്കി വെക്കണം. ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിനിയോഗിക്കപ്പെടുമ്പോഴേ സമ്പത്ത് ശുദ്ധമായിട്ട് തീരുള്ളൂ എന്ന് കാണിച്ചു തരിക. ഇങ്ങനെ 5 സ്ഥാനങ്ങളിൽ കലിയെ ഉറപ്പിച്ച് നിർത്തി. എന്നിട്ട് നമ്മളോട് പറഞ്ഞു, പ്രത്യേകിച്ച് ധർമ്മം പരിപാലിക്കുന്ന രാജാവ് ഒരിക്കലും ഈ 5 സ്ഥാനങ്ങളെയും മനസ്സുകൊണ്ട് പോലും ആഗ്രഹിക്കരുത് എന്നാണ്. ഇങ്ങനെ 5 സ്ഥാനങ്ങളിൽ കലിയെ ശ്രീ പരീക്ഷത്ത് ഉറപ്പിച്ച് നിർത്തി എന്നാണ്.
അങ്ങനെ ഈ 5 സ്ഥാനങ്ങളിൽ കലിയെ ഉറപ്പിച്ച് നിർത്തിയ പരീക്ഷത്തിനെ തന്നെ കലി ബാധിച്ചു എന്നാ പറയും. ആലോചിച്ച് നോക്കൂ. അപ്പൊ നമ്മളൊക്കെ എത്ര ജാഗരൂകരായിട്ടിരിക്കണം. പരീക്ഷത്ത് വിവരമില്ലാത്ത ആളൊന്നുമല്ല, പാണ്ഡവന്മാരെക്കാളും ഗംഗേമനാണ് എല്ലാറ്റിൻ്റെയും കാര്യത്തിൽ എന്നാണ്. അപ്പോ ചോദിച്ചു, അതെന്താ ആ കാര്യമൊക്കെ എങ്ങനെയാണ് പരീക്ഷത്തിനെ കലി ബാധിച്ചത്? ആ കഥയൊക്കെ കേൾക്കണമെന്ന് ഞങ്ങൾക്ക് നല്ല മോഹമുണ്ട്, അതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ എന്നാണ് ഇവിടെ പറയണത് എന്നാണ്. അപ്പം ഇനി ആ കഥ പറഞ്ഞു കൊടുക്കുകയാണ് എന്നാണ്. അതായത് ശ്രീപരീക്ഷത്ത് 5 സ്ഥാനങ്ങളാണല്ലോ ഇപ്പൊ കലിക്ക് കൊടുത്തത്. അതായത് ഇവിടെ ഈ ജാതരൂപം എന്ന് വെച്ചാൽ സ്വർണം എന്നാണ് വാക്കിൻ്റെ അർത്ഥം. പണ്ടൊക്കെ ഈ ധനത്തിൻ്റെ മാനദണ്ഡമായിട്ട് കണക്കാക്കിയിരിക്കുന്നത് സ്വർണ്ണ. ഇദ്ദേഹം എന്ത് ചെയ്തു എന്നാണെങ്കിൽ നായാട്ടിന് പുറപ്പെട്ടു എന്നാണ്. ഒരിക്കലും രാജാവ് ചെയ്യാൻ പാടില്ല കേട്ടോ ഈ നായാട്ട്. സപ്തവ്യസനങ്ങൾ എന്ന് പറയും. നായാട്ട്, മദ്യസേവ, സ്ത്രീസേവ, ഇതിൽ അങ്ങനെ ഒരു 7 കാര്യങ്ങൾ രാജാവ് അതൊന്ന് വിട്ടു നിൽക്കണം എന്നാ പറയുക. പക്ഷെ രാജാക്കന്മാർക്ക് അതിൽ പ്രലോഭനം ഉണ്ടാവും. പിന്നെ ചെയ്യാം. ഈ കാട്ടില് മഹർഷിമാരൊക്കെ തപസ് ചെയ്യുന്നുണ്ടാവും. അവരുടെ തപസ്സിന് വല്ല വന്യമൃഗങ്ങളൊക്കെ വന്ന് ഉപദ്രവിക്കുകയാണെങ്കിൽ അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നായാട്ട് ചിലപ്പോൾ ആവശ്യമായിട്ട് വരും. അങ്ങനെ ഇദ്ദേഹം നായാട്ടിന് പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ ഈ രാജാവ് കുതിരപ്പുറത്ത് കയറി നായാട്ടിന് പോകുമ്പോൾ തലയിൽ കിരീടമൊക്കെ വെച്ചിട്ട് തന്നെയാണ് പോവുക. അല്ലാണ്ട് വേട്ടക്കാരെ പോലെയൊന്നും അല്ല പോവുക. അങ്ങനെ പോയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം നമുക്ക്. ഇനി പോണത് എന്തിനാ? ദുഷ്ടമൃഗങ്ങളെ കൊല്ലാൻ. അതിലെന്ത് വന്നു? ഹിംസ. കലി എവിടെ ഇരിക്കണ? കശാപ്പുശാല. ഹിംസയിലൂടെ കലി ബാധിക്കുന്ന പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ മൂപ്പര് മനസ്സിലാക്കിയില്ല. അപ്പൊ തലയിൽ കിരീടമുണ്ട്, മൃഗങ്ങളെ കൊല്ലുന്നാകുന്ന ഹിംസ എന്ന വികാരമുണ്ട്. അങ്ങനെ അദ്ദേഹം നായാട്ടിന് പോവുകയാണ്. അങ്ങനെ നായാട്ടിന് പോയിട്ട് ഒരു മാനിൻ്റെ പുറകിൽ ചെന്ന് കുറച്ചധികം നേരം ഓടി. ഭടന്മാരൊക്കെ കൂട്ടം തെറ്റി. ഇദ്ദേഹം തനിച്ചായി. കുറച്ച് കഴിഞ്ഞപ്പോൾ മാന് കണ്ണിൽ നിന്ന് മറഞ്ഞു. കുറച്ചധികം നേരം മാനിൻ്റെ പിന്നിൽ ഓടിയത് കൊണ്ട് ശരീരബോധം വല്ലാണ്ടായി. വിശപ്പും ദാഹവും കലശലായി എന്നാണ്. ഇപ്പോഴീ വിശപ്പും ദാഹവും വന്ന ശരീരബോധം കലശലായാൽ ബുദ്ധി നശിക്കുന്നാണ് പറയുക. ഗീതയിൽ പറയും സ്മൃതിഭ്രംശം എന്നാ പറയുക. സ്മൃതിഭ്രംശം വന്നാൽ എന്താ പറ്റുക? പലതും മറക്കും, വേണ്ടാത്തതൊക്കെ ഓർക്കും ചെയ്യുന്നതാണ്. ഏതാ മറക്കുക? ഗുരുപദേശം, ശാസ്ത്ര പഠനം കൊണ്ട് നേടിയ അറിവ്, സത്സംഗം കൊണ്ട് നേടിയിട്ടുള്ള ഭക്തി, ഇതൊക്കെ മറക്കും. പിന്നെ എന്താ ഓർമ്മ വരിക? പണ്ടെപ്പോഴെങ്കിലും നമ്മളോട് ശത്രുബുദ്ധിയാ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ അന്ന് വെച്ചതാ അല്ലേ? ഇതൊക്കെ ഈ വേണ്ടാത്തതൊക്കെ ഓർമ്മ വരും. അതാണ് ഈ ബുദ്ധി നശിച്ചാലുള്ള കുഴപ്പം. അപ്പൊ ശരീരബോധം വരുമ്പോഴാണ് വിശപ്പും ദാഹവും വരിക. വിശപ്പും ദാഹവും വരുമ്പോഴാണ് ബുദ്ധിക്ക് കുഴപ്പം. അതുകൊണ്ടാണ് ഈ സപ്താഹത്തിനും സത്രത്തിനൊക്കെ വിശപ്പും ദാഹവും ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ 8:30 ബ്രേക്ക്, ഉച്ചയ്ക്ക് 12:30 ബ്രേക്ക്, വൈകുന്നേരം 4 മണിക്കൊരു ബ്രേക്ക്. എന്നിട്ട് തന്നെ എന്താ ഞാൻ വിചാരിക്കും, കസേരകളുടെയൊക്കെ ഒരു ഭാഗ്യം നോക്കി നിങ്ങൾ. ഏതോ ജന്മത്തിൽ പുണ്യം ചെയ്ത ജീവന്മാരിപ്പോൾ ഈ ജഡരൂപത്തിൽ വന്ന് ഇരിക്കും അല്ലേ? ഏതായാലും ഇപ്പോ പരീക്ഷത്ത് ആ വിശപ്പും ദാഹവും വന്നു. ആരും കൂടെ ഇല്ല. ദാഹം കലശലായപ്പോൾ വെള്ളം കിട്ടുമോ എന്ന് അന്വേഷിക്കുക. വനാന്തരത്തിലേക്ക് കയറി ചെന്നപ്പോൾ ശമീക മഹർഷിയുടെ ആശ്രമം കാണുകയാണ്. ഈ ശമീകന്റെ അവസ്ഥ എന്തറിയോ? നേരെ അദ്ദേഹം ആശ്രമത്തിന്റെ മുറ്റത്തേക്ക് കയറി ആശ്രമത്തിന്റെ അകത്തേക്ക് നോക്കിയപ്പോൾ സ്ഥാനത്രയാൽ പരം പ്രാപ്തം ബ്രഹ്മഭൂതമവിക്രിയം. സ്ഥാനത്രയങ്ങളെ അതിവർത്തിച്ച അവസ്ഥയിൽ. ഏതാ ഈ സ്ഥാനത്രയം? നമുക്ക് ഈ മോനെ അറിയില്ലോട്ടോ. നമ്മളൊക്കെ ഈ മോന്നൻ്റെ ഉള്ളിൽ കിടന്ന് ഉരുളണ കൂട്ടരാ. ജാഗ്രത, സ്വപ്നം, സുഷുപ്തി അല്ലേ? ഈ മൂന്നല്ലാണ്ട് വേറെ വല്ലതുണ്ടോ നമ്മുടെ ജീവിതത്തിൽ? ഒന്നുകിൽ ഉണർന്നിരിക്കുമ്പോൾ തന്നെ എന്താ നിങ്ങൾ എന്താ അതന്നെ ഇപ്പം ഞാനും ആലോചിക്കണം അല്ലേ? ഇതിൻ്റെ മനോരാജ്യം. അതല്ലെങ്കിലോ
ചിന്തിച്ചു നോക്കണം. ഒന്നുകിൽ എന്തിനെക്കുറിച്ചെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. ചിന്തയൊന്നും ഇല്ലാതായാൽ എന്താ മനസ്സിൻ്റെ അവസ്ഥ? അത് ഉച്ച സമയത്ത് 2 മണിക്ക് ഇവിടെ വന്നിരുന്നാൽ അറിയാം അല്ലേ. ഒരു ചിന്തയില്ലെങ്കിൽ ഭാഗവതം തുടക്കത്തിൽ തന്നെ പറയും, ചിന്തയും ഉറക്കവും നീങ്ങിയ മനസ്സുകൊണ്ട് വേണം ആരെ ചിന്തിക്കാൻ. അങ്ങനെ ഒരു സ്വഭാവം നമ്മുടെ മനസ്സിലുണ്ടോ? ഇല്ലെങ്കിൽ അത് കൊണ്ടുവരാനാണ് ഈ സത്രം. നമുക്കിപ്പോൾ ചിന്തയില്ലെങ്കിൽ മനസ്സടങ്ങുക, അജ്ഞാനത്തിൽ പോയി ലയിച്ച് ഉറങ്ങുക പതിവ്. ആ ചിന്തയെയും ഉറക്കത്തെയും നീക്കിയ മനസ്സുകൊണ്ട് വേണം ആ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ. അപ്പോഴേ ആ ഭാവം നമ്മുടെ ഉള്ളിൽ ഉറയ്ക്കുള്ളൂ. അപ്പോൾ ഇവിടെ ഈ 3 അവസ്ഥ എന്ന് വെച്ചാൽ ഉണർന്നിരിക്കുക, സ്വപ്നം കാണുക, ഉറങ്ങുക. ഇത് നമുക്കേ ഉള്ളൂ. മഹാത്മാക്കൾക്ക് ഒറ്റ അവസ്ഥയുള്ളൂ. ഈ 3നെയും അറിയുന്ന അറിവ്, അതാണ് തുരീയം എന്നാണ്. ഇതിന് 3നും സാക്ഷിയായിട്ടുള്ളത് എന്നാണ്. നോക്കൂ, അവസ്ഥയ്ക്ക് വ്യത്യാസമുള്ളൂ കേട്ടോ. അവസ്ഥയെ അറിയുന്ന അറിവിന് വ്യത്യാസമില്ല. ഇപ്പോ ഇവിടെ ഇരുന്ന് രാവിലെ വായന കേട്ടു, പ്രഭാഷണം കേട്ടു, ഇവിടുത്തെ ഭക്ഷണം കഴിച്ചു അല്ലേ, ഇതൊക്കെ ചെയ്ത അതേ ആളാണ് സ്വപ്നത്തില് വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് കഷ്ടകാലത്തിന് ഇവിടെ നടന്ന സത്രം സ്വപ്നം നോക്കൂ. ഈ സത്രം സ്വപ്നം കണ്ട ആ ആളും ഉണർന്നിരിക്കുമ്പോൾ ഈ സത്രം നേരിട്ട് കണ്ട ആളും സ്വപ്നത്തിൽ അനുഭവിച്ച ആളും രണ്ടല്ല, ഒരാൾ തന്നെയാണ്. അത് കഴിഞ്ഞ 3ാമത്തെ അവസ്ഥയാണ് എന്ത്? സുഷുപ്തി, ഉറക്കം. ഉറക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 10 ലൈൻ പറയാൻ പറ്റുമോ? എന്താ നിങ്ങളുടെ ഉറക്കത്തിൻ്റെ സ്വഭാവം? പറയും. ഇന്ന് വരെ ഒരാളും ഉറക്കത്തെക്കുറിച്ച് ഏറിയ ഞാൻ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അപ്പൊ ഉറക്കം എന്ന് വെച്ചാൽ എന്താ? ഒന്നും അറിയായിക, സുഖമായിട്ട് ഉറങ്ങിയതാ. ശുദ്ധ കളവല്ലേ ഈ പറയണം. ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് ആദ്യം പറഞ്ഞു, പിന്നെ പറഞ്ഞു സുഖമായിട്ട് ഉറങ്ങി എന്നാണ് അല്ലേ. ഒന്നും അറിഞ്ഞില്ലെങ്കിൽ സുഖമായിട്ട് ഉറങ്ങി നിങ്ങളോട് ആരാ പറഞ്ഞ്? ഈ ഒന്നും അറിയാത്ത അവസ്ഥയിലെത്തലാണ് സുഖം. എല്ലാം അറിഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത അവസ്ഥയിലാണ് ഇപ്പം ആരിയ്ക്കുന്നത്? ശമീക മഹർഷി. നമ്മളോ അറിഞ്ഞ് അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ ഇനി ഇങ്ങനെ കഷ്ടപ്പെടുത്തരുത് കിട്ടുമെന്നാണ് അല്ലേ. ഇതിന് എത്ര കാലം അറിയണം അത്രയും കാലം കഷ്ടം തന്നെയുള്ളൂ. ഇതിനെ അറിയാത്തൊരു നിലയിലേക്ക് എത്തണം നമ്മൾ. ഉള്ളതിനെ അറിഞ്ഞാൽ ഇല്ലാത്തതിനെ നമുക്ക് വിടാൻ പറ്റും. നമ്മൾ ഇല്ലാത്തതിനെ ഉണ്ട് എന്നും പറഞ്ഞ് പിടിച്ചു വെച്ചത് കൊണ്ടാണ് നമ്മൾക്ക് ഈ ദുഃഖത്തിന് മുഴുവൻ കാരണം വന്നത്. അപ്പം ഈ 3 അവസ്ഥയെയും എന്താ കാരണം? ഒന്നും അറിയാതെ നമ്മൾ ഉറങ്ങുന്ന സമയത്തും ഉറക്കം സുഖമാണെന്ന് ബോധിപ്പിക്കാൻ ഈ അറിവ് അവിടെ ഉണർന്നിരിക്കുന്നുണ്ട്. ആ അറിവിന് സാക്ഷിയായിട്ടിരിക്കുന്ന അവസ്ഥയാണ് ആരുടെ? ശമീകൻ്റെ. അപ്പം അദ്ദേഹം അറിയാം സമാധിയിലിരിക്കുകയാണെന്ന് രാജാവിനറിയാം. അദ്ദേഹം ഉറക്കം വിളിച്ചതിന് സമാധിയിൽ നിന്ന് ഉണർന്നിട്ട് തനിക്ക് കുറച്ച് വെള്ളം തരണം എന്ന് വിചാരിച്ചിട്ട്, ഞാൻ രാജാവാണ്, എനിക്ക് നല്ല ദാഹമുണ്ട്, കുറച്ച് വെള്ളം തരണം എന്നാണ്. ഒരു തവണയല്ല പലതവണ വിളിച്ചു. പക്ഷേ ഇത് കേട്ടിട്ടും മഹർഷിക്ക് യാതൊരു കുലുക്കുമില്ല. എന്താ കാരണം? അദ്ദേഹം ഇവിടെ അല്ല. അദ്ദേഹത്തിൻ്റെ ബുദ്ധി പൂർണ്ണമായിട്ട് ആത്മാവിൽ ഉറച്ച് ശരീരത്തെ മറന്ന് ലോകത്തെ മറന്ന് ആത്മാവിൽ തന്നെ ആത്മനിഷ്ഠനായിട്ട്, അതാണ് ബ്രഹ്മഭൂതം അവിക്രിയ എന്ന് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് പരീക്ഷത്തിന് ദേഷ്യം വന്നു എന്നാണ്. ആലോചിച്ച് നോക്കണം. കലിയെ വരച്ച വരയിൽ നിർത്തിയ ആളാണ്. കുറച്ച് നേരത്തെ ചാബല്യം കൊണ്ട് ഇപ്പോ മൃഷാസമാധിരാഹോസിൽ ഇത് കള്ള സമാധിയാണ് എന്ന് തോന്നിയെന്ന. യഥാർത്ഥ സമാധിയാണെങ്കിലേ 2-3 തവണ വിളിച്ചാൽ ഉണരും. നിങ്ങൾ നോക്കൂ, ഉറക്കം നടിച്ച് കിടക്കുന്ന കുട്ടികളെ ഉണർത്താൻ പറ്റുമോ? ഉറങ്ങണ കുട്ടിയെയോ 1-2 വിളി വിളിച്ചാൽ അത് ഉണരും ഇല്ലേ? അപ്പം ഇദ്ദേഹം കള്ളസമാധിയാണെന്ന് തോന്നി അദ്ദേഹത്തിന് എന്നാണ്. വിവരമില്ലാത്ത ആളൊന്നും അല്ല കേട്ടോ.
പക്ഷേ വിശപ്പും ദാഹവും വന്ന് ശരീരബോധം കലശലായപ്പോ ആ വിവരം നഷ്ടപ്പെടുകയാണ്. അല്ല, ഇദ്ദേഹം കള്ളസമാധിയാണ്. പോണ ദിക്കിലൊക്കെ അനുയായികൾ ധാരാളം ജയ് വിളിക്കാൻ, സ്വീകരിക്കാൻ ഒരുപാട് ഉപജാപ വൃന്ദങ്ങൾ, അതുപോലെ തന്നെ വന്നു സ്വീകരിച്ചു കൊണ്ടിരുത്തിയ വേണ്ട തരത്തിൽ സമ്മാനങ്ങളും മറ്റുമായിട്ട് കൊണ്ട് കാൽക്കൽ വെച്ച് നമസ്കരിക്കുന്ന തൻ്റെ സ്തുതിപാഠകന്മാർ, ഇങ്ങനെ മാത്രം ശീലിച്ചുള്ള ആളാണ് ആര്? ശ്രീ പരീക്ഷിത്ത്. ആ രാജാവ് സാർവഭൗമനാണ്, ചക്രവർത്തിയാണ്, എല്ലായിടത്തും സ്വീകരണം മാത്രം കിട്ടിയ ആളാണ്. അപ്പോഴാണ് ഒരു ഋഷിയുടെ ആശ്രമത്തിൽ വന്നിട്ട് ഇപ്പോൾ തന്നെ സ്വീകരിക്കാനും ആളില്ല, താൻ അപമാനിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹത്തിന് തോന്നിയത് എന്നാണ്. തോന്നുക മാത്രമല്ല, ആ ധാർമ്മികനായിട്ടുള്ള മഹർഷിയോട് തോന്നി ഇദ്ദേഹം കള്ളസമാധിയാണ്. ഈ കള്ളസമാധി അഭിനയിക്കുന്ന ഈ മഹർഷിയെ ശിക്ഷിക്കണം എന്ന് വരെ തോന്നി അദ്ദേഹത്തിന്. എത്ര എത്തി അദ്ദേഹത്തിൻ്റെ അഹങ്കാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടന്ന് 7ാമത്തെ മാസത്തിൽ ശ്രീകൃഷ്ണ ഭഗവാനെ കണ്ട ആളാണ്, വിഷ്ണുരാധനാണ്. അപ്പൊ എന്താ നോക്കിയത്? ചുറ്റും നോക്കിയപ്പോ ഒരു ചത്ത പാമ്പ് അവിടെ കിടക്കണോന്നാ. ആരത്ര കറക്റ്റായിട്ട് അവിടെ ഒരു ചത്തപാമ്പിനെ കൊണ്ടിട്ടോന്ന് ആലോചിച്ച് നോക്കി. എന്താ അതിൻ്റെ അർത്ഥം? നമ്മുടെ ഈ മനസ്സുണ്ടല്ലോ, അത് ശുദ്ധ. അതിൽ നമ്മൾ ഈ ചത്തപാമ്പിനെ കൊണ്ട് ഇട്ടതാണ് കുഴപ്പം മുഴുവൻ. ഏതാ ഈ ചത്തപാമ്പ്? ഈ ലോകത്തിലെ വിഷയങ്ങൾ തന്നെ. പിന്നെ എങ്ങനെ സമാധാനം ഉണ്ടാവും? അതോടുകൂടി ശമീക ഭാഗം പുകയാണ്. ഏതായാലും ആ ചത്ത പാമ്പിനെ വില്ലിൻ്റെ മുന കൊണ്ട് തോണ്ടിയെടുത്തു. എന്നിട്ടോ ഇത് യഥാർത്ഥ സമാധിയാണോ പരീക്ഷിക്കണം. എത്ര വലിയ സമാധിസ്ഥനാണെങ്കിലും കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടിട്ടാൽ ആരണച്ചാലും ഉണരാണ്ടിരിക്കില്ല. അപ്പോഴാണ് ആ ചത്ത പാമ്പിനെ തോളിൽ കൊണ്ടു. എന്നിട്ടും ശമീക മഹർഷിക്ക് യാതൊരു കാരണം അദ്ദേഹം ഇവിടെ ഇല്ലല്ലോ, ശരീരത്തിലല്ലല്ലോ അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് പേടിയായി. നോക്കൂ, എന്തിനു പോയതാ? വിശപ്പും ദാഹത്തിന് പരിഹാരം അന്വേഷിച്ച് പോയതാ. തുള്ളി വെള്ളം കിട്ടിയോ? ചെയ്തതോ മഹാപാപം. ഏതായാലും തിരിച്ച് തൻ്റെ ആശ്രമത്തിലേക്ക് പോയി എന്നാണ്. ആശ്രമത്തിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്തു എന്നാണ്. സജ്ജനങ്ങൾ അങ്ങനെ തെറ്റ് ചെയ്യാറില്ല. ചെയ്തത് കഴിഞ്ഞാൽ അവർക്കതിൽ പശ്ചാത്താപവും ഉണ്ടാവും. അദ്ദേഹം ചിന്തിച്ചു, സമാധിസ്ഥനായിട്ടുള്ളൊരു മഹർഷിയുടെ കഴുത്തിൽ ചത്ത പാമ്പിനെ കൊണ്ടിടാനാണ് എനിക്ക് തോന്നിയത്. എൻ്റെ പൂർവികന്മാരായിട്ടുള്ള പാണ്ഡവന്മാർ മഹർഷിമാരെയും അവരുടെ ആശ്രമങ്ങളെയും ഒക്കെ സംരക്ഷിച്ച പാരമ്പര്യ. ആ പാരമ്പര്യമുള്ള ഞാൻ ആശ്രമത്തിലേക്ക് ചെന്നു. അത് വലിയൊരു സാഹസം. എന്നിട്ടോ അവിടെ സമാധിസ്ഥനായിട്ടിരിക്കുന്ന ശമീകൻ്റെ കഴുത്തിൽ ചത്ത പാമ്പിനെയും കൊണ്ടിട്ടു. ഈ ചെയ്ത തെറ്റിന് എത്ര വലിയ ശിക്ഷ കിട്ടിയാലും ഞാൻ അനുഭവിക്കും. മേലിലെങ്കിലും എനിക്ക് ഇങ്ങനെ സജ്ജനങ്ങളോട് ഈ തരത്തിലുള്ള തെറ്റ് ചെയ്യാൻ എന്താ അത് പറയാൻ കാരണം? ഇനിയും ജനിക്കും, ഇനിയും മരിക്കും. അപ്പോഴൊക്കെ ചിലപ്പോൾ രാജ്യഭരണം മുഖ്യമന്ത്രിയായി എന്നോ പ്രധാനമന്ത്രിയായി എന്നൊക്കെ വരും. അപ്പം ഈ അധികാരത്തിൻ്റെ ഹുങ്ക് കൊണ്ട് സജ്ജനങ്ങളെ ആക്രമിക്കാൻ തോന്നാതിരിക്കണം. അതാ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം എത്ര വലിയ ശിക്ഷ കിട്ടിയാലും ഞാൻ അനുഭവിക്കാൻ തയ്യാറാണ്. ചെയ്ത തെറ്റിനെ കുറിച്ചോർത്ത് പശ്ചാത്തപിക്കുക, അതാണ് ഏറ്റവും വലിയ പരിഹാരം എന്നാണ്. ദുർജനങ്ങൾ പശ്ചാത്തപിക്കില്ല. ഇന്നത്തെ ആളുകൾ പശ്ചാത്തപിക്കുന്നുണ്ടോ? ഇല്ല. അദ്ദേഹം അങ്ങനെ പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിനൊരു പുത്രനുണ്ട്, ശൃംഖി എന്നാണ് അവൻ്റെ പേര്. അവൻ മറ്റു കുട്ടികളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പറഞ്ഞത്, അതേ എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ രാജാവ് വന്നൊരു ചത്ത പാമ്പിനെ തോണ്ടിയിട്ടിട്ടുണ്ട് എന്ന്. ഇതിങ്ങോട്ട് കേട്ടില്ലേ? ആ കുട്ടി കോപം കൊണ്ട് പറിച്ചു എന്നാ. ഈ ക്ഷത്രിയന്മാർ ഇത്ര അഹങ്കാരികളോ? ധർമ്മം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ സംരക്ഷിക്കേണ്ട ആളുകളാണ് ആര്? ക്ഷത്രിയന്മാർ. അപ്പോൾ ധർമ്മം അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ക്ഷത്രിയൻ ബ്രാഹ്മണരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ വേലി തന്നെ വളവ് തിന്നും പോലെയാ. വീട്ടിലെ ഒരു പട്ടിയെ വളർത്തുന്നുണ്ട് വീട് കാവലിന്. നമ്മളില്ലാത്ത സന്ദർഭത്തിൽ ആ പട്ടി അകത്തേക്ക് കയറി അവിടെയുള്ള ഭക്ഷണം കഴിച്ചാൽ പിന്നെ ആ പട്ടിയെ വളർത്തണോ? അപ്പോൾ ഈ ക്ഷത്രിയനെ നിലയ്ക്ക് നിർത്തണമെന്ന് തോന്നിയെന്നാണ്. പണ്ടൊക്കെ ഈ ക്ഷത്രിയന്മാരെ നിലയ്ക്ക് നിർത്തിയിരിക്കുന്നത് ബ്രാഹ്മണശാപ. ബ്രാഹ്മണശാപത്തെ ഭയന്ന് ക്ഷത്രിയന്മാർ വലിയ അക്രമോ അധർമ്മോ ഒന്നും ചെയ്യില്ല.
അപ്പോൾ ഇന്നിപ്പോൾ ക്ഷത്രിയന്മാർ ഇത്രയും അഹങ്കാരികളും അക്രമികളും ആകാൻ എന്താ കാരണം? ഇന്ന് ശപിക്കാൻ കഴിയുന്ന ബ്രാഹ്മണരില്ല, അതന്നെ കുഴപ്പം. എന്നൊക്കെ പണം 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 എന്നും പറഞ്ഞ് അതിൻ്റെ പിന്നാലെ ഓടുകയാണ്. അല്ലാണ്ട് ഇപ്പോൾ ആർക്ക് വേണം ബ്രാഹ്മണ്യം, ആർക്ക് വേണം ബ്രഹ്മനിഷ്ഠ? ഈശ്വരനെ പോലും വിൽക്കുന്ന കാലമാണ് ഇപ്പോൾ. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ആ കുട്ടി കൗശികി നദിയിലിറങ്ങി കാലുമുഖവും കഴുകി. ഈ ക്ഷത്രിയനെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നതാണ്. ആലോചിച്ച് നോക്കൂ, ആ മൂപ്പര് തലയിൽ കിരീടവും ഉള്ളിൽ ഹിംസയും വന്നപ്പോഴാണ് കലി ബാധിച്ചത്. അതൊന്നും ഇല്ലാണ്ട് ഈ കുട്ടിയെയും എന്ത് ബാധിച്ചു? കലിബാധ. അപ്പോഴല്ലേ വേണ്ടാത്തൊന്നും മറ്റുള്ളവരെ ഉപദ്രവിക്കണം തോന്നുക. ഈ കലിബാധ വന്ന അങ്ങനെയാ. മറ്റുള്ളവരെ ഉപദ്രവിക്കുമ്പോൾ കണ്ടിട്ടില്ലേ നിങ്ങൾ ടി വിയിൽ ഈ കയ്യിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് എന്താ ഗുസ്തിയോ, അവൻ്റെ നെഞ്ചത്തടിച്ച് അവൻ കിടന്ന് പടിയുമ്പോൾ അത് കൈ കൊട്ടി ചിരിക്കുക കാണുക. എന്താ കാർ റേസിംഗ് ഒക്കെ കാണാറുണ്ട്. അത് തകർന്ന് വീഴുമ്പോഴേ ഇവിടെ നിന്ന് വിസിലടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇതന്നെയാണ് കലി. മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ അതിൽ ആനന്ദിക്കാനുള്ള തോന്നല്. ഈ കുട്ടി എന്താ ചെയ്തത്? നേരെ കയ്യിൽ വെള്ളം എടുത്തു, ശപിച്ചു. ധർമ്മമര്യാദകളെ വെടിഞ്ഞ് എൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്തപാമ്പിനെ എടുത്തിട്ട ഈ പരീക്ഷത്തിന് ഇന്നേക്ക് 7-ാം ദിവസം തക്ഷകം കടിച്ച് കൊല്ലാൻ ഇടവരട്ടെ എന്നും പറഞ്ഞ് വെള്ളം. നോക്കൂ, രാജാതിരാജൻ സാർവഭൗമൻ അദ്ദേഹം പോണ സമയത്ത് എത്രയോ രാജാക്കന്മാർ മുമ്പിൽ എസ്കോർട്ടായിട്ടും പിന്നിലും അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ പോവുക. അങ്ങനെ എല്ലാ പ്രതാപശാലിയായിട്ടിരുന്ന രാജാവ് കേവലം ഒരു ബ്രാഹ്മണ ബാലൻ നാവെടുത്ത് പുറത്തേക്ക് ഇട്ടതോട് കൂടിയിട്ട് സർവ്വ ഐശ്വര്യങ്ങളും പോയി. ഇത്രയേ ഉള്ളൂ. നമ്മളിത് ഉണ്ടെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചിരിക്കണില്ലേ? ഇക്കണ്ടതൊന്നും ഒരു ശാശ്വതമല്ല ഹൃത്തിൽ ഭക്രിയാ ഭജിക്ക പുരുഷോത്തമ പാദപത്മം. ഇത് വല്ലതും സത്യമാണോ? അന്ന് ആലോചിച്ച് നോക്കൂ സജ്ജനങ്ങളെ. നിങ്ങൾ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലേ? എന്താ അടപ്രഥമനോ കഴിച്ചില്ലേ? സത്യമാണോ? ആണോ? സത്യമാണെങ്കിൽ പിന്നെ വൈകുന്നേരം വിശക്കാതിരിക്കണം. ഉച്ചയ്ക്ക് കഴിച്ചത് സത്യമാണെങ്കിൽ വൈകുന്നേരം പിന്നെ വിശപ്പോ എന്നൊരു വികാരം ഇല്ലാണ്ടിരിക്കണം. 4 മണിയാകുമ്പോൾ തന്നെ തുടങ്ങിയില്ലേ? അപ്പം സത്യമാണ്. ഇതൊക്കെ വെറും സ്വപ്ന തുല്യം. ഇതൊക്കെ ഉണ്ടെന്നൊരു തോന്നൽ മാത്രമാണ്. അങ്ങനെ ആ കുട്ടി ശപിച്ചു. നേരെ അച്ഛൻ്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. അപ്പോഴെന്താ കണ്ടത്? കഴുത്തിൽ ചത്ത പാമ്പുമായിട്ടിരിക്കുന്ന അച്ഛനെ. കുട്ടി വാവിട്ട് നിലവിളിച്ചു. നിലവിളിച്ചപ്പോൾ കുട്ടിയുടെ കരച്ചിൽ കേട്ട് മഹർഷി ഉണർന്നു. ഒരുത്തിയുടെ കരച്ചിൽ കേട്ടിട്ട് ഉണർന്നതല്ല കേട്ടോ. അപ്പോൾ നമ്മൾ തോന്നുന്നു ഇയാൾ വിളിച്ചിട്ട് ഉണർന്നില്ല, കുട്ടി കരയുമ്പോൾ ഉണർന്നു. അതെന്താ ഇതിന് കാരണം? അദ്ദേഹം ബ്രഹ്മനിഷ്ഠനായിട്ട് ബ്രഹ്മധ്യാനം ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. എപ്പോഴാണോ ആ കുട്ടി ശപിച്ചതോടുകൂടി ശമീകൻ്റെ മനസ്സിൽ നിന്ന് ബ്രഹ്മഭാവം പോയി. എന്താ അത് പോവാൻ കാരണം എന്നും പറഞ്ഞ് കണ്ണു തുറന്നപ്പോൾ തൻ്റെ മകൻ മുമ്പിലിരുന്ന് കരയണത് കണ്ടു. അത്രയേ ഉള്ളൂ ഇതിനർത്ഥം. അല്ലാണ്ട് അങ്ങനെ പറഞ്ഞാൽ മഹർഷി ശരിക്കും കള്ളസമാധിയാണെന്ന് തോന്നും. അതല്ല അവിടെ എന്നാണ്. ഏതായാലും കരച്ചിൽ കേട്ടോണെന്ന്. ഉണ്ണി നീ എന്തിനാ കരയണത്? അച്ഛൻ്റെ കഴുത്തിൽ ചത്തപാമ്പ്. നോക്കൂ, അച്ഛൻ്റെ കഴുത്തിൽ ചത്തപാമ്പാണ്. അച്ഛനോട് സ്നേഹമുള്ള മോനാണെങ്കിൽ ആ ചത്തപാമ്പിനെ എടുത്ത് കളയണ്ടേ? ഇവിടെ കളഞ്ഞതായിട്ട് പറഞ്ഞിട്ടുണ്ടോ ഭാഗവത്തിൽ? ഇല്ല. മഹർഷി തന്നെയാണ് തൻ്റെ കഴുത്തുള്ള ചത്തപാമ്പിനെ എടുത്ത് ദൂരേക്ക് കളഞ്ഞത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെ നന്നാക്കാനുള്ള കഴിവ് നമുക്കുണ്ട്. ലോകത്തെ നന്നാക്കാനുള്ള കഴിവൊന്നും അങ്ങനെ ആരും വ്യാമോഹിക്കണ്ട. എന്താ അത്? ഇനി നമ്മൾ നന്നായാൽ നമ്മുടെ നന്നാവല് മറ്റുള്ളവർക്ക് നന്നാവാനുള്ള പ്രചോദനം കൊടുക്കും. അതാ പറഞ്ഞത്. അല്ലാണ്ട് ഇപ്പോൾ അതാണ് ഉദ്ധരേ ആത്മനാത്മാനം എന്നാണ് ഗീത പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ചത്തപാമ്പിനെ എടുത്ത് മാറ്റി പറഞ്ഞു, അച്ഛ രാജാവാണ് ഈ അക്രമം ചെയ്തത്, ഞാൻ രാജാവിനെ ശപിച്ചു എന്നാണ്. ഇത് കേട്ടപ്പോൾ മഹർഷി പറഞ്ഞു, ഉണ്ണി നീയാണ് തെറ്റ് ചെയ്തത് എന്നാണ്. നോക്കൂ, രാജാവ് ക്ഷത്രിയനാണ്, എല്ലായിടത്തും സ്വീകരണം മാത്രം കിട്ടിയ ആള്. ഇവിടെ വന്ന ഒരു അവഗണന നേരിട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കോപം വരിക എന്നുള്ളത് സാധാരണം. അപ്പം അദ്ദേഹം ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടാവും. അദ്ദേഹം എന്താ ചെയ്തത്? ചത്ത പാമ്പിനെ, ജീവനുള്ള പാമ്പാണെങ്കിലല്ലേ കുഴപ്പമുള്ളൂ, ഇത് ചത്ത പാമ്പ് എന്ത് ചെയ്യാനാ? അപ്പം ചെറിയൊരു തെറ്റാണ്
അദ്ദേഹം ചെയ്തത് ക്ഷത്രിയനായതുകൊണ്ട് അത് ചെയ്തതിൽ ആശ്ചര്യമില്ല. പക്ഷേ നീ ചെയ്തതോ, നീ ഋഷികുമാരൻ, ആശ്രമത്തിൽ താമസിക്കുന്ന ആശ്രമ ബാലൻ, നീയോ വലിയൊരു ശിക്ഷ അദ്ദേഹത്തിന് കൊടുത്തത്. 7ാമത്തെ ദിവസം ഭക്ഷണം കഴിച്ച് മരിക്കട്ടെ. അല്ല, അത് അദ്ദേഹത്തിൻ്റെ യോഗമായിരിക്കാം. പക്ഷെ നമ്മൾ വേണോ അങ്ങനെ ശപിക്കാൻ? നമ്മൾ ബ്രാഹ്മണരല്ലേ എന്ന് പറയുകയാണ്. ഭഗവാനോട് ഉടനെ ഒരു മുൻകൂർ ജാമ്യം. എന്താ ഇപ്പൊ അതാണ്, ആദ്യം തോന്നിയവാസം ചെയ്യും, എന്നിട്ട് വേഗം അവിടെ പോയിട്ട് ജാമ്യം എടുക്കാനാണ് പുറപ്പെടുക അല്ലേ? ഇവിടെ ഇദ്ദേഹം അതന്നെ ചെയ്ത്. ഭഗവാനെ, ബാലബുദ്ധി കൊണ്ട് അറിവില്ലാണ്ട് എൻ്റെ പുത്രൻ അങ്ങയുടെ ഭക്തനോട് എന്തോ അക്രമം ചെയ്തു, ഇത് ക്ഷമിക്കണേന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്നാണ്. എന്നിട്ട് പറഞ്ഞു, ഏതായാലും ശാപം കൊടുത്തുല്ലോ, ഈ ശാപ വിവരം ഒന്ന് ചെന്ന് അദ്ദേഹത്തെ അറിയിക്കൂ എന്നാണ്. കുറച്ച് ബുദ്ധിയുള്ള ആളാണ് ആര്? ശ്രീ പരീക്ഷിത്ത്. അപ്പോൾ ഇനിയുള്ള കാലത്ത് എന്താ ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് വേണ്ടത് ചെയ്യാൻ അദ്ദേഹം ശ്രമിക്കട്ടെ എന്നാണ്. ഇത് കേട്ടപ്പോൾ ഗൗരമുഖൻ എന്നൊരു ശിഷ്യനെ അയച്ചു കൊട്ടാരത്തിലേക്ക്. രാജാവ് കൊട്ടാരത്തിലെത്തി കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ശിക്ഷ കിട്ടിയാലും അത് ഞാൻ അനുഭവിക്കും, അതായത് അതിന് ഞാൻ ബാധ്യസ്ഥനാണ്. ആ ശിക്ഷ കൊണ്ട് ഇനി മേലിലെങ്കിലും സജ്ജനങ്ങളോട് വേണ്ടാത്ത ബുദ്ധി എനിക്ക് തോന്നാതിരിക്കണം എന്നിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗൗരമുഖൻ വന്ന് പറഞ്ഞത്, അല്ലയോ രാജാവേ, അങ്ങ് ആ മഹർഷിയുടെ കഴുത്തിൽ ചത്തപാമ്പിനെ എടുത്തിട്ട തെറ്റ് മഹർഷി ക്ഷമിച്ചു. പക്ഷേ ആ മഹർഷി അറിയാതെ ആ ബ്രാഹ്മണ കുമാരൻ അങ്ങയെ ശപിച്ചിട്ടുണ്ട്. ഇന്ന് 7ാം ദിവസം തക്ഷകം കഴിച്ച് മരിക്കട്ടെ എന്നാണ് അങ്ങയ്ക്ക് തന്ന ശാപം. ആ ശിഷ്യൻ തിരിച്ചുപോയി. ഈ ശാപവിവരം അറിഞ്ഞ ഉടനെ ശ്രീ പരീക്ഷിത്ത് എന്താ പറഞ്ഞത്? നമ്മളാണെങ്കിലോ അപ്പോൾ ഒളിവിൽ പോവും അല്ലേ? എന്നിട്ട് നല്ല വക്കീലാരാണെന്ന് നോക്കും. എത്ര ആളാ ആലോചിച്ച് നോക്കൂ. എനിക്ക് കഷ്ടം തോന്നാറുണ്ട് അങ്ങനെ ഓടും. എന്നിട്ട് ആരെയെങ്കിലും വെറുതെ വിടും കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ വെറുതെ വിടും. ഇവിടെ ഇത് വേണ്ട, നമുക്കാണ് ഈ ശാപം കിട്ടിയതെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? എവിടെയാ ചെന്ന് ഒളിക്കാൻ പറ്റുക അല്ലേ? മരണം എവിടെ ഒളിച്ചാലും മരണം വരില്ലേ? ഏതോ ഒരാൾ വടക്കോട്ട് പോയി, ഇത്രേ തെക്കുന്നാണല്ലോ യമം വരിക. എന്നാൽ പിന്നെ വടക്കോട്ട് പോയ ഒരു 4 ദിവസം അധികം ജീവിക്കാലോ എന്ന് നടക്കുമോ? ഇതിവിടെ വന്ന ഒരു കാര്യം ഉറപ്പാ. അപ്പം ഈ ശാപം കിട്ടിയതോടുകൂടെ ശ്രീപരീക്ഷിത്ത് എനിക്ക് സന്തോഷമായി എന്നാ. എന്താ അത്? ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഉടനെ എനിക്ക് കിട്ടി എന്നാ. അതാണ് അന്നത്തെ ജുഡീഷ്യറിയൊക്കെ മനസ്സിലാക്കേണ്ടത്. എന്ത്? ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഉടനെ കൊടുക്കാമെങ്കിൽ ഭാരതത്തിലെ കുറ്റകൃത്യങ്ങളൊക്കെ ഒരു 90% കുറയും. ഇപ്പം അങ്ങനെയുണ്ടോ? എന്ത് തോന്നിയവാസവും ചെയ്യാം. അതും പ്രത്യേകിച്ച് നമ്മുടെ ഭാരതഭൂമി കേരളം, അതിന് ലൈസൻസ് കിട്ടിയ സ്ഥലമാണ്. എന്ത് തോന്നിയവാസം വേണമെങ്കിലും ഇവിടെ ചെയ്യാം. കുറച്ച് കാശും കുറച്ച് രാഷ്ട്രീയക്കാർ സ്വാധീനത്തിലുണ്ടെങ്കിൽ ആലോചിച്ച് നോക്കണം. ഇവിടെ കുഴപ്പം ചെയ്തിട്ട് ഇവർ നേരെ അപ്പുറത്തേക്കേ പോവുക. എന്നിട്ടോ അവിടെ നിയമത്തിനനുസരിച്ചിട്ട് വിനീത വിധേയനെ പോലെ ജീവിക്കും. ഇവിടെ നിയമത്തിന് പുല്ല് വില കൽപ്പിക്കില്ല. ഈ നമ്മുടെ ഈ പ്രസ്ഥാനത്തിനോട് കൂറില്ലാത്ത വർഗങ്ങൾ നമ്മളെപ്പോലെ വേറെ ആരുമില്ല. ഞാൻ കോഴിക്കോട് ഒരു സപ്താഹത്തിന് ചെന്നപ്പോൾ ഒരു SP-യുടെ വീട്ടിലാണ് താമസിച്ചത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഏതെങ്കിലും ഒരു പെറ്റി കേസിൽ ഒരാളെ പിടിച്ച് 100-200 രൂപ ഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇയാൾ എന്ത് ചെയ്യൂറിയോ? നേരെ അവിടുത്തെ രാഷ്ട്രീയക്കാരെ പിടിക്കും. അങ്ങനെ പിടിച്ച് MLA മന്ത്രി വരെ എത്തും. എന്നിട്ട് മന്ത്രി ഇടപെട്ടിട്ട് ഈ അതായത് ഈ പിഴയുണ്ടല്ലോ അത് ക്യാൻസൽ ചെയ്യിപ്പിക്കും. 200 അടയ്ക്കേണ്ട കിട്ടോ, ഇതിന് 20,000 ചിലവാക്കിയിട്ടുണ്ടാവും. ആലോചിച്ച് നോക്കണം. എന്നിട്ട് പറഞ്ഞ് നടക്കും, ഞാനത് ക്യാൻസൽ ചെയ്തു, ഇതാണ് എൻ്റെ കേമത്വം എന്നാ. ഇതിനെയൊക്കെ വെച്ചിരിക്കാൻ പാടും, നല്ല പത്തൽ കൊണ്ട് അടിക്കണ്ടേ? ആലോചിച്ച് നോക്കും. ഇതാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കാണുന്നൊരു സ്വഭാവം. അപ്പോഴാണ് ശ്രീപരീക്ഷിത്ത് പറയണത്, ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഉടനെ എനിക്ക് കിട്ടി എന്നാണ്. ആ ബ്രാഹ്മണ ഇനി മേലില്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ തോന്നാതിരിക്കണം എന്നാണ്. ഇപ്പോഴോ
ഇങ്ങനെ ആ ബ്രാഹ്മണ ശാപം എനിക്ക് വൈരാഗ്യത്തിന് കാരണമാവുക. എന്താ അത്? 7ാമത്തെ ദിവസം ദക്ഷയം കഴിച്ച് മരിക്കുന്ന ശാപം കിട്ടിയത് അല്ലേ? ഡേറ്റ് ഓഫ് ഡെത്ത് മനസ്സിലാക്കി എന്നർത്ഥം. നമുക്കത് അറിയാത്തത് കൊണ്ടാണ് കാപ്പി കുടിക്കണം, ബജ്ജി കഴിക്കണം, വൈകുന്നേരത്തേക്ക് എന്താണ്, ചപ്പാത്തിയാണോ കുറുമയാണോ അല്ലേ? ഈ ഡേറ്റ് ഓഫ് ഡെത്ത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, പിന്നെ വീടും വേണ്ട, ഭാര്യയും വേണ്ട, ഊണും വേണ്ട, പിന്നെ എന്താ വേണ്ടത്? ഇതിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? ഞാൻ എപ്പോഴും വിചാരിക്കേണ്ട, ഗുരുവായൂരപ്പൻ എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്തിട്ട്, ഇല്ല ചില മരുന്നൊക്കെ മേടിക്കുമ്പോൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ? അതുപോലെ ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് പുറത്തേക്ക് വിട്ടാൽ ചില കണക്ക് കൂട്ടലിലൊക്കെ നമുക്ക് ജീവിക്കാം. ഇത് വല്ല കേമന്മാരാണേ അങ്ങാടിയിലൊക്കെ ചെന്ന് വല്ല മിക്സിയോ ഗ്രൈൻഡറൊക്കെ മേടിക്കാൻ ചെന്ന് ആദ്യം ചോദിക്കുന്നത് എത്ര ഗ്യാരണ്ടി ഉണ്ട്? അപ്പോൾ ആ വിദ്വാൻ പറയും 6 മാസമോ അല്ലെങ്കിൽ 1 കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലം. ഓ, അതിനാണ് കേട്ടോ ഗ്യാരണ്ടി. മേടിക്കുന്ന ആൾക്കോ 24 ഇഞ്ച് TV 2 കൊല്ലം ഗ്യാരണ്ടി. എന്നാ അത് എടുക്കൂ, അപ്പൂട്ടാ കൊണ്ടുപോവാ. വലിയ തിയേറ്റർ പോലെ പൂമുഖത്ത് ചുമരിൽ ഫിറ്റ് ചെയ്തു. ആ ഫിറ്റ് ചെയ്യാൻ വന്ന ഇലക്ട്രീഷ്യൻ റിമോട്ട് കയ്യിൽ കൊടുത്തു, ഇനി ഇഷ്ടമുള്ള ചാനൽ അമർത്തിക്കൊള്ളുന്ന. ഇയാൾ റിമോട്ട് പിടിച്ചതേ ഉള്ളൂ, ഇടത് ഭാഗത്തേക്ക് കുഴഞ്ഞ് ചെരിഞ്ഞ്. TVക്ക് ഗ്യാരണ്ടി ഉണ്ട് 2 കൊല്ലം. മേടിച്ചാളോ? ചിന്തിക്കുന്നുണ്ടോ? നമ്മളെല്ലാറ്റിനും ഗ്യാരണ്ടി നോക്കി നടക്കുന്ന ആൾക്കാരല്ലേ? ഇതിന് വല്ല ഗ്യാരണ്ടി ഉണ്ടോ? അകത്തേക്ക് പോയ ശ്വാസം പുറത്തേക്ക് വീണു, അവിടെ ഇത്രയുള്ളൂ. എന്തൊക്കെയാ കണക്ക് കൂട്ടല്? ഇത് മടമാസമാണ് വരാൻ പോണത്, അമ്മണിക്കുട്ടിയുടെ പിറന്നാളാണ് അന്ന്. ഓ, ചക്ക കാലമായിട്ടുള്ള സമയമാണ്, ചക്കപ്രഥമൻ. അത് കഴിഞ്ഞ് ഇടവമാസം വരുമ്പോഴോ ഗോവിന്ദൻ്റെ പിറന്നാളാ. അപ്പോഴേക്ക് കായ മൂക്കും, എന്നാ പിന്നെ പഴപ്രഥമനാവാം. ഇത്തമോരോന്നു ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു. ഇതാ നമ്മുടെയൊക്കെ അവസ്ഥ. ഒരു ഗ്യാരണ്ടി ഇല്ല ഈ ജീവിതത്തിന്. ചിന്തിച്ചു നോക്കൂ. ഞാൻ എന്തോ പറഞ്ഞ് പാലക്കാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നു, ഇനിയിപ്പോൾ ഞാൻ അവിടെ എത്തുന്ന വല്ല ഉറപ്പുണ്ടോ? എപ്പോഴും ഞാൻ പറയും, ഈ പേപ്പർ കിട്ടിയപ്പോൾ ആ 12ാമത്തെ പേജ് ഉണ്ടല്ലോ, ഫ്രണ്ട് പേജ് വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ 12ാമത്തെ പേജ് നിങ്ങൾ മനസ്സിരുത്തി വായിക്കണം. എന്തിനാ? നമ്മുടെയൊക്കെ ഫോട്ടോ ചിലപ്പോൾ അതിൽ വരില്ലേ? ഇത് നമ്മുടെ അവിടെ പ്രഭാഷണത്തിന് വന്ന ആളെന്നെയാ തോന്നണോട്ടോ. ഇത്രയുള്ളൂ നമ്മുടെ ജീവിതം എന്ന് വെച്ചാൽ. അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളവിടെ പെരുമാറാൻ. ഇപ്പോ പറഞ്ഞു 7ാമത്തെ ദിവസം ദക്ഷയം കഴിച്ച് മരിക്കുന്ന ശാപം അല്ലേ? അത് ശരിക്കും വൈരാഗ്യത്തിന് കാരണമായി. ഈ ശാപം കിട്ടിയിട്ടില്ലെങ്കിലോ ഇനി നാളെ എന്ത്, മറ്റന്നാളെന്ത്, അതെന്താ ചെയ്യേണ്ടത്? ആ രാജ്യം പിടിക്കണോ, ഈ രാജ്യം പിടിക്കണോ, ഇതോ ഒന്നും വേണ്ട എനിക്ക് എന്നാണ്. മരണം ഇന്ന ദിവസം വരുമെന്ന് കേട്ട ആൾക്ക് തൂക്കിക്കൊല്ലാൻ ഒരാളെ വിധിച്ചു എന്ന് വിചാരിക്കുക. 12ാം തീയതി തൂക്കിക്കൊല്ലുകയാണ്. 11ാം തീയതി വൈകുന്നേരം അയാളുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ നല്ല എന്താ ഇപ്പോൾ റോട്ടിലൊക്കെ കാണില്ലേ, ചിക്കൻ എന്താ കുഴിമന്തിയോ, അത് നമ്മുടെ പറയാൻ കൊള്ളില്ല. അത് കൊടുന്നിട്ട് കഴിക്കണോ ചോദിച്ചാൽ അയാൾ വേണമെന്ന് പറയുമോ? ഒരു 10 പവൻ്റെ പുതിയ മാല, എത്ര പവനിപ്പോൾ 65,000 റുപ്യ, 7 ലക്ഷം കൊടുത്തിട്ട് മേടിച്ചത്. അത് ഇടണോ കഴുത്തിൽ? നാളെ തൂക്കി കൊല്ലാൻ പോകുക, എന്ന് ഇത് ഇടണോ ചോദിച്ചാൽ അയാൾ പറ്റും പറയൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വൈരാഗ്യത്തിന് കാരണമായി. പുത്രനായിട്ടുള്ള ജനമേജയനെ രാജാവായിട്ട് അഭിഷേകം നടത്തി നേരെ ഗംഗാതീരത്തേക്ക് പുറപ്പെട്ടു. മരണം അത്യാസന്നനായിട്ടുള്ള മർത്യന്മാരൊക്കെ എന്ത് ചെയ്യണം? ഇതുപോലെ ഗംഗാതീരത്തേക്ക് എന്താ ഗംഗയുടെ ഭഗവാന്റെ പാദതീർത്ഥം അല്ലേ? ആ വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച് ആ ലോകത്തെ മുഴുവൻ പവിത്രീകരിക്കുന്ന ആ പാദതീർത്ഥത്തെ നമ്മൾ ആശ്രയിക്കണ്ടേ? അവിടെ ചെന്ന് നേരെ ഗംഗയുടെ തെക്കേക്കരയിലെത്തി എന്നാണ്. കിഴക്കോട്ട് തലയായിട്ട് ദർഭ വിരിച്ച് വടക്കോട്ട് നോക്കിയിരിക്കുകയാണ്. ഉത്തരവാദിത്വമൊക്കെ അദ്ദേഹം നിറവേറ്റിയിട്ടോ അല്ലേ? ഔരസേ വെച്ചു ഭൂരക്ഷയാം ഭാരവും മാനസേ വെച്ചു ഗോവിന്ദപാദാബ്ജവും ചാരു ഗംഗാധരം ബുക്കുരുന്നിടിനാൻ ചേരുവാൻ തൊൽപദം കൃഷ്ണരാമാഹരേ. ഇനി എനിക്കിതൊന്നും വേണ്ട. പിന്നെയോ ഇനി എനിക്ക് വേണ്ടി ജീവിക്കണം അല്ലേ? ഇതുവരെയൊക്കെ നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ച് പറയും?
ഭാര്യ, മക്കള്, ഭർത്താവ്, കുട്ടികൾ അല്ലേ? ഇതുവരെ നിങ്ങൾ അവർക്ക് വേണ്ടി ജീവിച്ചില്ലേ? ഇനി കുറച്ച് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കും. നിങ്ങൾ അവർക്ക് എന്നും പറഞ്ഞിട്ടാണ് നല്ലൊരു ഭക്ഷണം പോലും കഴിക്കാതെ, നല്ലൊരു വസ്ത്രം പോലും മേടിച്ചു കൊടുക്കാതെ എൻ്റെ മക്കൾക്ക് അവസാനോ ഏതെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കുവോ? അപ്പം ഇനി കുറച്ചൊക്കെ വല്ലതൊക്കെ നേടി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചത് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇനി എനിക്ക് എൻ്റെ ഈശ്വരനെ അറിയണം, അതിനുള്ള ആവശ്യത്തിനും അതിന് വേണമെന്നാണ്. അങ്ങനെ അദ്ദേഹം ഗംഗാതീരത്തേക്ക് എത്തുകയാണെന്നാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ശിരസിൽ പുഷ്പവൃഷ്ടി ഇതാണ്. കാരണം പാണ്ഡവന്മാരുടെ വംശത്തിൽ ജനിച്ച ആളാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ എപ്പോൾ അന്തർധാനം ചെയ്തു എന്ന് കേട്ടു, അതോടുകൂടി രാജഭരണമൊക്കെ ഉപേക്ഷിച്ചിട്ട് സഹോദരന്മാരോടും ഭാര്യയോടും കൂടി മഹാപ്രസ്ഥാനം ചെയ്ത് പരമഗതിയെ പ്രാപിച്ച കൂട്ടരാണ്. ആ വംശത്തിൽ ജനിച്ച അങ്ങ് ഇങ്ങനൊരു കാര്യം ചെയ്തതിൽ ആശ്ചര്യമില്ല എന്നാണ് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടിയൊക്കെ തൂവുന്നത് എന്നാണ്. അപ്പോഴാണ് ഒരുപാട് മഹർഷിമാർ, ഇവിടെ ഒരുപാട് മഹർഷിമാരുടെ പേര് പറയുന്നുണ്ട്. അത്രി, വസിഷ്ഠൻ, ചവനൻ, ശരദ്വാൻ, അതുപോലെ തന്നെ ഭരദ്വാജൻ, അതുപോലെ ശ്രീശുകൻ, വ്യാസമഹർഷി, അങ്ങനെ ശ്രീനാരദൻ തുടങ്ങി അനവധി മഹർഷിമാരവിടെ. അതെ, 7 ദിവസം കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷത്തിനെ കാണാൻ പറ്റില്ല, അദ്ദേഹം മരിക്കും. ആ 7 ദിവസവും അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്ക തന്നെ നമുക്ക് ഇരിക്കാം എന്നും പറഞ്ഞ് അവരൊക്കെ അവിടെ എത്തിയതാണ്. ഇതാണ് മരണം അത്യാസന്നനായാൽ അവസാന കാലത്ത് നമ്മളൊക്കെ ചെയ്യേണ്ടതാണ് ഇങ്ങനെയുള്ള ഒരനുഭവം. മുനിവ്രതം എന്ന് അതിനെ പറയുക. മരണം എന്നുള്ളത് പേടിക്കണ്ട, അത് വരണം. ഈ മരിക്കേണ്ടി വന്നു അതുകൊണ്ട് മരിക്കുക എന്നല്ല, ആ സമയത്ത് സന്തോഷത്തോടു കൂടി മരണത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. നോക്കൂ, നമ്മളിപ്പോൾ എവിടെ നേരത്തെ പറഞ്ഞതുപോലെ എവിടെ വിളിച്ചാലും മരണം നമ്മളെ സമീപിക്കില്ലേ? അപ്പം പിന്നെ അത് ഉറപ്പായ സ്ഥിതിക്ക് എന്തിനാ അതിനെ പേടിക്കണത്? എപ്പോഴും ഈ വയസ്സായ ആളുകൾക്കാണ് ഈ മരണത്തിനോടുള്ള ഭയം കുറച്ച് കൂടുക അല്ലേ? ഒരു 80 കഴിഞ്ഞാൽ പിന്നെ അവിടെ എവിടെയെങ്കിലും ആരെങ്കിലും മരിച്ചു എന്ന് കേട്ടാൽ അപ്പം അവിടെ പരിഭ്രമം കൂടി. എനിക്ക് തന്നെ അറിയാം, എൻ്റെ മുത്തശ്ശിക്ക് 96 വയസ്സാണ്, കഴിഞ്ഞ മാസം മരിച്ചത്. ഞാൻ എവിടെയെങ്കിലും ചെന്നിട്ട് ആരെങ്കിലും മരിച്ചു എന്നുള്ള വിശേഷം മുത്തശ്ശിയോട് പറഞ്ഞ, നീ ഇത് പറയാനാണ് അങ്ങോട്ട് വന്നത് എന്ന് ചോദിക്കുക. ഏകദേശം തീരുമാനമായിട്ട് കഴിഞ്ഞിരിക്കുന്നു, 96 ആയിരിക്കുന്നു. എന്നാൽ കൊച്ചു കുട്ടികളോട് മരണത്തിൻ്റെ വിശേഷം നിങ്ങൾ പറഞ്ഞു നോക്കൂ. ഓ, അമ്മാവൻ കിടക്കണ കാണുമ്പോഴേ ഉറങ്ങിക്കിടക്കും പോലെയാ കിടക്കണമെന്നാണ്. കുട്ടികൾക്ക് മരണഭയം ഇല്ല. ഈ ഏകദേശം 80 90 ആയ ആളുകൾക്കാണ് മരണഭയം, തീരുമാനമായ സ്ഥിതിക്ക്. അപ്പം ഇവിടെ ശ്രീപരീക്ഷത്ത് അതിന് തയ്യാറെടുത്തിരിക്കുകയാണ്. ഇതൊക്കെ ഈ ഒരു അവസ്ഥയൊക്കെ ശരിക്കും ധീരന്മാരായിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. ഇതൊന്നും വെറുതെ പറയണതല്ല. കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇതുപോലെ അതായത് പ്രായോപവേശം ഭാവത്തിലൂടെ ശരീരം ഉപേക്ഷിച്ച ആളാണ് നേരത്തെ ആചാര്യൻ പറഞ്ഞതുപോലെ ആചാര്യ വിനോഭാവേ. ബീഹാറിലുള്ള പവനാശ്രമത്തിൽ അദ്ദേഹം ശിഷ്യന്മാരോട് പറഞ്ഞു, ഇനി ഞാൻ മരുന്ന് കഴിക്കില്ല, ഭക്ഷണം കഴിക്കില്ല, താഴത്തിറങ്ങി കിടന്നു എന്നാണ്. രാമഹരി 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 എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ട് അന്ന് പ്രൈം മിനിസ്റ്ററായിട്ടിരുന്ന ആൾ ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി വന്ന് പറഞ്ഞു, ബാബാജി മരുന്ന് കഴിക്കൂ, ഭക്ഷണം കഴിക്കൂ എന്നാണ്. എന്താ അപ്പോൾ ബാബ പറഞ്ഞത് ഇന്ദിരാഗാന്ധിയോട്? അധികാര കസേരയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഹരിജനോദ്ധാരണത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കൂ എന്നാണ് പറഞ്ഞു. അത് അന്ന് പറഞ്ഞത് കേട്ട് പ്രധാനമന്ത്രി സ്ഥാനം ഉപേക്ഷിച്ച് ആ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഇറങ്ങിയതാണെങ്കിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി സിഖുകാരുടെ വെടിയേറ്റ് മരിക്കില്ല. അധികാരമാണ് വലുതെന്നും പറഞ്ഞ് പിടിച്ചിരുന്നു, സ്വന്തം ആളുകൾ തന്നെ ഷൂട്ട് ചെയ്തു, ചത്തു. അങ്ങനെ 5 ദിവസം രാമഹരി രാമഹരി എന്നുള്ള മന്ത്രം ജപിച്ച് അദ്ദേഹത്തിൻ്റെ പ്രജ്ഞയേറ്റു. 7ാമത്തെ ദിവസം അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്നാണ്. ഇത് വെറുതെ പറയണതാണോ? അപ്പം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടായി ശരീരം ഉപേക്ഷിച്ച പ്രായോപവേശത്തിലൂടെ ശരീരം ഉപേക്ഷിച്ചൊരു ധീരനായിട്ടുള്ള മഹാത്മാവാണ് ആചാര്യ വിനോഭാവേ. അപ്പോൾ കഴിഞ്ഞ നൂറ്റാണ്ടിലെ ശ്രീപരീക്ഷത്താണ് വിനോഭാവേ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് എന്നാണ്. അങ്ങനെ മഹർഷിമാർ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ചുറ്റും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരു മഹർഷിയോടാണ് കലശൽ കൂട്ടിയത്. ഇപ്പോൾ നോക്കൂ, എത്ര മഹർഷിമാരെ എന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എന്നെപ്പോലെ ഈ നീചകൃത്യം ചെയ്ത ആളെ സാധാരണ എല്ലാവരും ഉപേക്ഷിക്കുകയാണ് പതിവ്.
പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ, നിങ്ങളൊക്കെ മറ്റുള്ളവരെ അനുഗ്രഹിക്കാൻ സാധവോ ദീനവത്സല ഏകാദശത്തിൽ പറയൂ അത് എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന സ്വഭാവം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നീചകൃത്യം ചെയ്ത എന്നെ പോലും നിങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് എൻ്റെ അടുക്ക വന്നത്. എനിക്ക് സന്തോഷമായി എന്നാണ്. നിങ്ങളൊക്കെ എൻ്റെ ചുറ്റും ഇരുന്നു പറഞ്ഞു. അതെ, ഏതായാലും 7ാമത്തെ ദിവസം മരിക്കും. ആ മരണം ഉറപ്പായ സ്ഥിതിക്ക് മരിച്ചുകൊണ്ടിരിക്കുന്ന മർത്യൻ കർത്തവ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്? 7 ദിവസം ആയുസുണ്ടല്ലോ അല്ലേ? പരീക്ഷത്തിനെ സംബന്ധിച്ച് 7 ദിവസമുണ്ട്. നമ്മളെ സംബന്ധിച്ചിട്ടോ വല്ല ഉറപ്പുണ്ടോ? വീട്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്ന അല്ലേ? എത്തുന്ന വല്ല ഉറപ്പുണ്ടോ? 7 നിമിഷം ആയുസുണ്ടോ നമുക്ക്? ആലോചിക്കണേ, ഭാഗവത്തിന്റെ പ്രത്യേകത 7ാമത്തെ ദിവസം തക്ഷകം കടിച്ച് മരിക്കുന്ന അല്ലേ? അപ്പോൾ നമ്മളോ? നമുക്ക് 7ാമത്തെ എന്ന് പറയാനില്ല. ഈ 7 എപ്പോഴും ആഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി. ഇതിലേതെങ്കിലും ഒരു ദിവസം നമ്മളും പോവില്ലേ? ഉറപ്പല്ലേ? പോവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി നോക്കട്ടെ, ഒന്ന് നമസ്കരിക്കാനാ. ആരുമില്ല. അപ്പം 7 ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ പോവും. അപ്പം നമ്മുടെ കഥ തന്നെ ഈ പറയണത്. അപ്പോൾ 7ാമത്തെ ദിവസം ഞാൻ മരിക്കാൻ പോവുകയാണ്. എനിക്കതിൽ പേടിയില്ല. ആ മരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ ഇനിയുള്ള ആ 7 ദിവസങ്ങളെ എങ്ങനെയാണ് ഞാൻ സഫലമാക്കി തീർക്കേണ്ടത്? നിങ്ങൾ പറയുന്ന അവർക്ക് പറയാൻ അറിയാത്ത കൂട്ടരൊന്നും അല്ല കേട്ടോ. അവിടെ വ്യാസമഹർഷിയുണ്ട്, ശുഗനുണ്ട്, അവിടെ ബ്രഹ്മാവിൻ്റെ കയ്യിൽ നിന്ന് ഭാഗവതോപദേശം നേടിയ ശ്രീനാരദനുണ്ട്. അവരാരും മിണ്ടിയില്ല. എന്താ കാരണം? ശ്രീപരീക്ഷത്തിന് ഭഗവത് കഥകൾ ഉപദേശിക്കാനായിട്ട് ഒരാളെ നിശ്ചയിച്ചിട്ടുണ്ട് ഭഗവാൻ. അദ്ദേഹം വരട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ അവർക്കാർക്കെങ്കിലും ജന്മാദ്യസ്യ എന്ന് പറഞ്ഞ് തുടങ്ങിക്കൂടെ? തുടങ്ങിയില്ലേ അവര് എന്നാണ് പറഞ്ഞു. അതെ, അശത്വലങ്കായത വിഷ്ണുഗാഥ, ഭഗവാന്റെ മഹാത്മ്യങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ പാടിൻ. അത് കേട്ട് കേട്ട് എനിക്ക് മരിക്കണം. ഭഗവാന്റെ മഹാത്മ്യങ്ങൾ കേട്ട് അന്തേ നാരായണ സ്മൃതി. ഭഗവാന്റെ മഹാത്മ്യങ്ങൾ പാടിന്, അത് കേട്ടുകൊണ്ടാവട്ടെ എൻ്റെ മരണം. ഇങ്ങനെ അവരൊക്കെ അപ്പോൾ അവർ ചിന്തിക്കുക, 7 ദിവസം കൊണ്ട് ശ്രീപരീക്ഷത്തിനെ എങ്ങനെയാണ് മരണത്തിൽ നിന്ന് രക്ഷിക്കുക? ഓരോരുത്തരും ചിന്തിക്കാൻ തുടങ്ങി. യാഗമോ യോഗമോ വേണ്ടതെന്നന്യോന്യം ആഗമജ്ഞരവർ ചിന്തിക്കുമ്പോൾ ഇദ്ദേഹത്തെ രാജാവേ പേടിക്കേണ്ട, 7 ദിവസമില്ലേ, നല്ലൊരു യാഗം നടത്തുക. 7ാമത്തെ ദിവസം അമൃത സ്നാനത്തിനോടൊപ്പം അങ്ങേ വൈകുണ്ഠത്തിലേക്ക് എത്തിക്കാം. ഒരാൾ. വേറൊരാൾ പറഞ്ഞു, ഈ യാഗശാല കെട്ടണം, അതിൻ്റെ പുകയൊക്കെ കൊള്ളണം, അതിനൊരുപാട് വിഷമം. വേണ്ട, യോഗം 3.25 നാഴിക നേരം കൊണ്ട് മൂലാധാരത്തിലുള്ള ആത്മശക്തിയെ പ്രാണായാമത്തിൻ്റെ ബലത്തിൽ ഉയർത്തി ബ്രഹ്മരന്ധ്രം പിളർന്ന്, ഇനി അഥവാ പിളർന്നിട്ടുണ്ടെങ്കിൽ നാളികേരം കൊണ്ട് കുത്തി പൊട്ടിച്ചാലേ വേണ്ടില്ല. അങ്ങനെ ചില ഏർപ്പാടുണ്ട്. അങ്ങനെ അവർ ചിന്തിക്കുക, യാഗമോ യോഗമോ വേണ്ടതെന്നന്യോന്യം ആഗമജ്ഞരവർ ചിന്തിക്കുമ്പോൾ. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ എല്ലാവരുടെയും ശ്രദ്ധ മറ്റൊരു ഭാഗത്തേക്ക്. എന്താ അത്? വ്യാസപുത്രനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മഋഷി. എന്താ അവിടെ പറയണത്? ഇതാ അവിടെ പറയാം, നോക്കൂ. ഈ തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ, അവിടെ ഉണ്ടായി, അവിടെ എത്തി എന്നല്ല കേട്ടോ ഭാഗവതം പറയുക. എന്താ അത്? നമുക്ക് ഈശ്വരനെ അറിയാനുള്ള ആഗ്രഹം കലശലായിട്ട് ഉള്ളിലുറച്ചാൽ ഗുരുനാഥനെ അന്വേഷിച്ച് അങ്ങോട്ട് പോണ്ട. മുഹമ്മദ് മലയുടെ അടുക്കലേക്ക് പോയോ, മല മുഹമ്മദിൻ്റെ അടുക്കലേക്ക് വന്നു എന്നാണ് നമ്മളിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടെ അതിനുള്ള യോഗ്യത വന്നാൽ അല്ലേ, നമ്രാണാം. അതാ പറഞ്ഞത്,
ഇവിടെ അതിനുള്ള യോഗ്യത വന്നപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി അവിടെ ഉണ്ടാവുക. ശ്രീശുകനാണോ വന്നത്? നിങ്ങൾ ആ ശ്ലോകം ഒന്ന് ചിന്തിച്ച് ശ്രദ്ധിക്കിൻ. തത്രാഭവൽ, അതായത് 19-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകം. തത്രാഭവൽ ഭഗവാൻ. ആരാ വന്ന്? ശുഗനല്ല വന്നതേ, പിന്നെ സാക്ഷാ ഗുരുവായൂരപ്പൻ തന്നെ. ഭഗവാൻ തന്നെയാ വരുന്നത്. ഭഗവാനും ശുഗനും രണ്ടല്ല, ഭഗവാനും ഗുരുവും രണ്ടല്ല, ഭഗവാൻ തന്നെ അവിടെ വരിക. ഇപ്പൊ വരുമ്പോ ഭഗവാന് ചെറിയൊരു വ്യത്യാസമുണ്ട്, വേഷം ഒന്ന് മാറിയിട്ടുണ്ട്. പണ്ടൊക്കെ വരുമ്പോ പിരിത്തിരിമുടിയും ഓടക്കൊഴിലും പട്ടുപോണോ ഒക്കെ കൊടുത്തിട്ടാ വരിക. പക്ഷെ ഭഗവാന് ചുണ്ടി വന്നുണ്ടല്ലോ, ഇതൊന്നും വേണ്ട, ഒക്കെ പിടിച്ച് വലിച്ചു. തൻ്റെ ഭക്തന് ഇങ്ങനെ ഒരു ശാപം കിട്ടിയെന്ന് കേട്ടപ്പോ ഗുരുവായൂരപ്പൻ അതൊന്നും വേണ്ടാന്ന് വെച്ചു, ഒക്കെ അങ്ങ് വലിച്ചിട്ടു അല്ലേ. ഇവിടെ എല്ലാം പിരിയും മോടിയും മാലയും ചേർത്താതെ കാലിൽ ചീലമ്പൂകളിട്ടിടാതെ. ഇപ്പോൾ കാൽച്ചിലമ്പില്ല, വട്ടുകോണകില്ല, ഓടക്കൊഴില്ല, അതൊക്കെ ഉപേക്ഷിച്ച് ശുഗന്റെ ഭാവത്തിൽ തത്രാഭവൽ ഭഗവാൻ വ്യാസപുത്രോ എതിർച്ചയാകാം അടമാനോനപേക്ഷ. ഇപ്പോൾ ശരിക്ക് യാതൊന്നിലും താല്പര്യമില്ലാത്തവനും സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത ലക്ഷണങ്ങളോട് കൂടിയവനും ആത്മലാഭം കൊണ്ട് സന്തുഷ്ടനും എപ്പോഴും ഭൂമിയിൽ ചുറ്റി സഞ്ചരിക്കുന്നവനുമായിരുന്നു ശ്രീ ശുക ബ്രഹ്മർഷി. എന്താ ഇവിടെ എല്ലാവരും അങ്ങോട്ട് നോക്കുക, ഇവിടെ നോക്കി ആര്? വ്യാസനും. എന്നിട്ടോ എന്താ പറഞ്ഞത്? ആ ശരിക്കും അലക്ഷ്യലിംഗോ എന്നാണ്. ശരിക്കും നീണ്ടു സുന്ദരമായിട്ടുള്ള അവയവങ്ങളാ ശരീരാവയവങ്ങളൊക്കെ. കണ്ണുകൾ, അതായത് സുന്ദരമായിട്ടുള്ള കണ്ണുകൾ, വളഞ്ഞ പുരുകക്കൊടികൾ, ഭംഗിയുള്ള മുഖം, ശംഖ് പോലുള്ള കഴുത്ത്, വിസ്തീർണമായിട്ടുള്ള മാറിടം, ഒതുങ്ങിയ അരക്കെട്ട്, ദിഗംബരന. ശരീരാഭിമാനം ഇല്ലാത്തതുകൊണ്ട് വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല. മുട്ടുവരെ നീണ്ടു കിടക്കുന്ന കൈകൾ, അവധൂത വേഷം, പാറിപ്പറക്കുന്ന തലമുടി എന്നാണ്. ശരീരാഭിമാനം ഇല്ലാണ്ട് വരുമ്പോൾ തലമുടിയൊക്കെ ഇന്നിപ്പോൾ ഒക്കെ പാറിപ്പറക്കണ മോഡലാ. അതുകൊണ്ട് അവരെയും ശീശുകനെയും ഒരുമിച്ച് കെട്ടാൻ പറ്റുമോ നമുക്ക്? ഇത് തോന്നിയവാസം കൊണ്ട് ചെയ്യണതാ. ഇങ്ങനെ ആ ശ്യാമള വർണ്ണം ആകർഷകമായിട്ടുള്ള പുഞ്ചിരിയോട് കൂടിയിട്ട് ശ്രീശുക ബ്രഹ്മർഷി അവിടെ ഉണ്ടാവുകയാണ്. എല്ലാവരും നോക്കി, വ്യാസനും നോക്കി. എന്നിട്ടോ അവിടെ വ്യാസന്റെ ഒരു പ്രത്യേകത, ധാരാ വരുന്ന തൻ്റെ പുത്രനാ. ആ വരുന്ന ശുഗനെ കണ്ടാലേ വ്യാസൻ എന്താ പറയണ? എത്ര പ്രായം തോന്നിക്കും? ദി എന്ന് വെച്ചാൽ 2 വയസ്സ്. എപ്പോഴും നമുക്ക് ഈ വയസ്സാവുക എന്നുള്ളതൊന്നും, എന്നോടനെ ചോദിച്ചിട്ടുണ്ട് ഒരു മുത്തശ്ശി രുക്മിണി സ്വയംവരത്തിന് 80 വയസ്സൊക്കെ കഴിഞ്ഞിരിക്കണോ. നല്ലൊരു പട്ടുസാരി കൊടുത്ത. ഇപ്പം എന്നെ കണ്ട ആചാര്യർ എത്ര മതിക്കും എന്നാണ്. ഞാനിപ്പോൾ അയമ്മയ്ക്ക് സന്തോഷം ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു 62. അയമ്മയുടെ മുഖത്തെ സന്തോഷം ഒന്ന് കാണണം. ഇതന്നെയിപ്പോൾ ഇവിടെ വ്യാസനും ആ വരുന്ന തൻ്റെ ഉണ്ണിക്ക് എത്ര വയസ്സാ? അത് കുറച്ച് കടന്നില്ലേ എന്നാണ്. അങ്ങനെയാണ് 8 വർഷം 8 എന്ന്. അപ്പോഴും വിട്ടുകൊടുക്കണില്ല വ്യാസൻ. 8 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ്. അത് കുറയും. എന്നാ പിന്നെ നിങ്ങൾക്ക് അത്ര നിർബന്ധമാണെങ്കിലേ 16 ഷോഡശ വാർഷികം എന്നാണ്. അതിനെന്താ വഴി? 2, 8, 16 അങ്ങനെ കൂട്ടിക്കോളി. ആദ്യം 2 എന്ന് പറഞ്ഞു, പിന്നെ 8 എന്ന് പറഞ്ഞില്ലേ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിർബന്ധമാണ് വെച്ചാൽ 2, 8, 16 അല്ലേ. ഇങ്ങനെ 16 വയസ്സ്. അന്ന് അത്യന്ത്യഷ്ടവർഷം സുകുമാരപാദകരോരുബാഹുംസകപോലഗാത്രം. അപ്പം അങ്ങനെ ആ 16 വയസ്സ് പ്രായം അങ്ങനെ പറയും ശ്രീശുകനെ പറ്റിയിട്ടേ. 16 വയസ്സ് വരെ അമ്മയുടെ ഗർഭത്തിൽ തന്നെ കിടന്നു എന്നാണ് പറയണത്. പുറത്തേക്ക് വന്നില്ലേ അത്ര. ഈ 16 വയസ്സ് വരെ അകത്ത് കിടന്ന് എന്താ ഉണ്ടാവുക? ക്രിക്കറ്റ് ബാറ്റും ബോളും ആയിട്ട് ആ മൂപ്പര് അകത്ത് കിടന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോൾ വ്യാസൻ്റെ ഭാര്യ പറയാവും, നിങ്ങളുടെ സാധനത്തിന് ഒന്ന് പുറത്തേക്ക് വിളിക്കും, ഇതിവിടെ കടന്ന് വല്ലാത്ത പരിഭ്രമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചു അത്രേ വ്യാസ, ഉണ്ണി പുറത്തേക്ക് വരൂ എന്നാണ്. അപ്പം എന്താ അകത്തിരുന്ന് ശുഭം പറഞ്ഞത്? അച്ഛാ ഞാൻ പുറത്തേക്ക് വരുന്നില്ല. എന്തേ? ഇവിടെ ഇരിക്കുമ്പോഴേ എന്തോ സുഖം അറിയോ, ഭഗവാനെയും ഭജിച്ച് ഇങ്ങനെ ഇരിക്കാം.
പുറത്ത് വന്നാലോ അച്ഛനെ പോലെ മായ ബാധിച്ച് ഞാൻ എൻ്റെ എന്നും പറഞ്ഞ് ഈ പൊതിന് വേണ്ടി ഇവിടെ ഇങ്ങനെ ഓടുന്നാണ്. അതുകൊണ്ട് ഞാനില്ല എന്നാണ്. ഇത് കേട്ടപ്പോൾ അവിടെ വെച്ച് വ്യാസമഹർഷി ഒരു ഗ്യാരണ്ടി കൊടുത്തു അത്രേ. എന്താ കൊടുത്തത്? ഉണ്ണി, നീ പുറത്ത് വന്നാലും നിന്നെ മായ ബാധിക്കില്ലയോ. ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ പുറത്തു വന്ന ഉടനെ അത് സംഭവിച്ചു എന്നാണ്. തന്നെ പുറത്തേക്ക് എത്തിച്ച അച്ഛനോടൊരു താങ്ക്സ് പോലും പറഞ്ഞില്ല അല്ലേ. എം പ്രവ്രജന്തമനുഭേദമഭേദകൃത്യം ദ്വൈവായനോ വിരഹകാതര ആജുഹാവ. പുറത്തേക്കങ്ങ് ഇറങ്ങിയിട്ടേ അങ്ങനെ അതായത് ആത്മാനന്ദ പരിപൂർണനായിട്ട് ഇങ്ങനെ പോവുക. പിന്നിൽ അച്ഛൻ ഉണ്ണീന്നും പറഞ്ഞ് ഓടി വരിക. അപ്പം ആരാ വിളി കേട്ടത്? സമീപത്തുള്ള വൃക്ഷലതാദികൾ എന്നാ പറയണത്. എന്താ കാരണം? താൻ ആത്മാവാണെന്ന് സാക്ഷാത്കാരം കിട്ടിയ ഒരാള് എല്ലാ ശരീരങ്ങളെയും ആത്മാവായിട്ട് കാണാൻ പറ്റും. ആ ശരീരങ്ങളിലൂടെയൊക്കെ പ്രവർത്തിക്കാനും പറ്റും. അതുകൊണ്ടാണ് വൃക്ഷങ്ങളിലൂടെ വിളി കേട്ടത് എന്നാണ്. അപ്പം അങ്ങനെ ശരിക്കും ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ പുറത്തേക്ക് വന്ന ആളാണ്. അപ്പം അങ്ങനെയുള്ള ശുഗൻ്റെ മാഹാത്മ്യൊന്നും അറിയാണ്ട് ഒരുപാട് സ്ത്രീകളും കുട്ടികളും കണ്ടു കഴിഞ്ഞാൽ ഭ്രാന്തനാണെന്നുള്ള മട്ടില്ല. വസ്ത്രം പോലും ഉടുത്തിട്ടില്ല. അങ്ങനെ തന്നെ പറയേ. ഇദ്ദേഹം ഇങ്ങനെ ഈ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് നേരെ ചെന്നത് മാനസ സരസിൻ്റെ വക്കിലൂടെയാണ് അത്രേ. അപ്പം ആ മാനസ സരസിൽ കുറച്ച് ദേവസ്ത്രീകൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയണത്. അവർ 16 വയസ്സായിട്ടുള്ള ശുഗം വരുന്ന കണ്ടപ്പോൾ അവർ കുളി തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നിൽ അച്ഛനായിട്ടുള്ള വ്യാസം വരുന്ന കണ്ടപ്പോഴോ അവരൊക്കെ കരയ്ക്ക് കയറിയിട്ട് വസ്ത്രം എടുത്ത് കൊടുത്തുത്രേ. അപ്പൊ വ്യാസൻ ചോദിച്ചു, ചെറുപ്പക്കാരനായിട്ടുള്ള എൻ്റെ മകൻ ഈ വഴിക്ക് വരുമ്പോ നിങ്ങൾ ശരിക്കും ലജ്ജ അഭിനയിക്കേണ്ടതാ അല്ലേ? 16 വയസ്സ്, ഇന്നിപ്പോ 16 ആവണ്ട, 7ാം ക്ലാസ് 8ാം ക്ലാസ് മതി. അച്ഛനും അമ്മയൊക്കെ ആവൂത്രേ. സത്യം വലിയ പേടിയാ ഈ ലോകത്ത് ജീവിക്കാൻ. അത്ര ദുഷിച്ചിരിക്കുന്നു നമ്മുടെ സംസ്കാരം. ആലോചിച്ച് നോക്കൂ. നമ്മൾ കുട്ടികളെയൊക്കെ ഒരു പുത്രനോ പുത്രിയോ ഉണ്ടെങ്കിൽ തീർത്താ തീരാത്ത വ്യാധിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും ഉള്ളിൽ. സത്യം തോന്നുക. ഗുരുവായൂരപ്പ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാർ ഈ അംഗമഹാരാജാവിൻ്റെ കഥ പറഞ്ഞതുപോലെ മക്കളില്ലാത്ത കൂട്ടരാ തോന്നാറുണ്ട്. ഇന്നത്തെ സാഹചര്യം എടുത്ത് നോക്കുമ്പോൾ ആലോചിച്ച് നോക്കൂ. ഇവിടെ അവർ ചോദിച്ചു, വ്യാസൻ 16 വയസ്സ് പ്രായമായിട്ടുള്ള എൻ്റെ പുത്രൻ ഈ വഴിക്ക് പോയപ്പോൾ നിങ്ങൾ ലജ്ജ അഭിനയിക്കാണ്ട് കുളിച്ചുകൊണ്ടിരുന്നുല്ലോ. എന്നെ കണ്ടപ്പോഴല്ലേ നിങ്ങൾ ലജ്ജ അഭിനയിച്ചത്, എന്താ അതിന് കാരണം? അപ്പം അവർ പറഞ്ഞു, ഇതന്നെ അതിന് കാരണം. എന്ത്? അങ്ങയുടെ മകൻ ഞങ്ങൾ ഈ കുളിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ദേവസ്ത്രീകളാണ്, കുളിക്കുകയാണ്. സ്ത്രീ ദൃഷ്ടേ. അങ്ങയുടെ പുത്രന്റെ മനസ്സ് സ്ത്രീ പുരുഷൻ എന്ന ഭാവത്തിൽ വികസിച്ചിട്ടില്ല. അങ്ങയ്ക്കോ? അങ്ങയുടെ ഉള്ളിൽ അതുണ്ട് അല്ലേ? അതന്നെ കാരണം എന്നാണ്. അപ്പം അങ്ങനെ ഒരു അവധൂത വേഷമായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നിലോ ധാരാളം സ്ത്രീകളും കുട്ടികളും എന്നാണ്. ഇവിടെ ശ്രീധരാചാര്യർ പറയും അത് സ്ത്രീകളും കുട്ടികളൊന്നും അല്ലാത്രേ. പിന്നെയോ ശ്രീശുകൻ്റെ അഷ്ടൈശ്വര്യ സിദ്ധികൾ, അണിമ മഹിമ തുടങ്ങിയുള്ള യോഗസിദ്ധികളുണ്ടല്ലോ. ഇദ്ദേഹം ഇങ്ങനെ ഒരു അവധൂത വേഷത്തിൽ സഞ്ചരിച്ചപ്പോൾ അവർക്ക് ശുഗനെ വിട്ടു നിൽക്കാൻ വയ്യ. ശുഗന് സിദ്ധികൾ വേണോ? ശുഗന് സിദ്ധികൾ ആവശ്യമില്ല. ശുഗൻ സിദ്ധികളെ സ്വീകരിക്കില്ല എന്ന് കണ്ടപ്പോൾ സിദ്ധികൾക്ക് ശുഗനെ വിട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ കുട്ടികളുടെയും സ്ത്രീകളുടെയും വേഷത്തിൽ ശുഗൻ്റെ പിന്നാലെ കൂടി എന്നാണ് പറയണത് എന്നാണ്. അങ്ങനെ പിന്നാലെ കൂടി ശുഗൻ നേരെ വരികയാണെന്നാണ്. അങ്ങനെ അത് അപ്പം എല്ലാവരും അങ്ങോട്ട് നോക്കുക, എല്ലാവരും ചെന്ന് അദ്ദേഹത്തെ നമസ്കരിക്കുകയാണ്. ശ്രീ പരീക്ഷത്തോ വേഗം ചെന്ന് അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു എന്നാണ്. നമസ്കരിച്ച് അദ്ദേഹത്തിന് ആസനം കൊടുത്തിരുത്തി അദ്ദേഹത്തെ വേണ്ടതുപോലെ പൂജിച്ച് ആ പാദതീർത്ഥത്തെ തൻ്റെ ശിരസിൽ ധരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ധന്യധന്യനായി എന്ന് പറയുകയാണ്. അഹോ അദ്യവയം ബ്രഹ്മൻ സത്സേവ്യാക്ഷത്രബന്ധവാ കൃപയാ അതിഥിരൂപേണ ഭവദ്ഭിർത്തീർത്ഥകാകൃത. ശരിക്ക് എന്നെ അങ്ങ് ശരിക്കും അനുഗ്രഹിച്ചിരിക്കുക. എൻ്റെ അതിഥിയായിട്ട് ഇപ്പം ആരാ വന്നിരിക്കുന്നത്?
അല്ലേ? അതായത് ആത്മാനന്ദം കൊണ്ട് പരിപൂർണനായിട്ടുള്ള സാക്ഷാൽ അവധൂത വേഷത്തിലുള്ള അങ്ങ്, അതായത് അവധൂതനാണ്. നോക്കൂ, അങ്ങേപ്പോലുള്ള മഹാത്മാക്കളെ യേഷാം സംസ്മരണാൽ പുംസാം സദ്യ ശുദ്ധ്യന്തി വൈഗൃഹ. ഏതൊരു ഗൃഹസ്ഥനാണോ ഇങ്ങനെയുള്ള മഹർഷിമാരെ മനസ്സിലൊന്നു സ്മരിക്കുന്നത്, അതോടുകൂടി അവൻ്റെ ഗൃഹസ്ഥാശ്രമം പരിശുദ്ധിയെ പ്രാപിക്കും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ഋഷിയജനം നടത്തണം എന്ന് പറയുന്നത്. എന്താ ഋഷിയജനം? സഹസ്രനാമോ ഗീതയോ എന്തെങ്കിലും ദിവസം വായിക്കുക, അതന്നെ ഋഷിയജനം. അപ്പം നമ്മളിത് എഴുതിയ മഹാത്മാക്കളെ സ്മരിക്കുക. ആ സ്മരണ കൊണ്ട് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരും എന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പം നിങ്ങളെപ്പോലുള്ള മഹാത്മാക്കളെ സ്മരിച്ചാൽ തന്നെ ഒരു ഗൃഹസ്ഥൻ്റെ ഗൃഹസ്ഥ ജീവിതം ധന്യമായി തീരും എന്ന നിലയ്ക്ക് അങ്ങയെ നേരിട്ട് കാണാൻ കഴിഞ്ഞു, അല്ലേ? അങ്ങയ്ക്കും പുനർദർശന സ്പരിശ പാദശൗചാസനാദിഭി. അങ്ങയെ കാണാനും അങ്ങയുടെ ആ സ്പർശനം കിട്ടാനും ആ പാദം പൂജിക്കാനും ആ പാദതീർത്ഥം ശിരസിൽ ധരിക്കാനും ഭാഗ്യം എനിക്കുണ്ടായില്ലേ? അപ്പൊ ഞാൻ ധന്യനായി എന്ന് പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ ചിന്തിച്ചു നോക്കൂ, ഈ ബ്രാഹ്മണ കുട്ടി എന്നെ ശപിക്കുകയാണോ ഉണ്ടായിരുന്നത്? ശപിക്കുകയാണോ? ചിന്തിച്ച് നോക്കണം. വാസ്തവത്തിൽ ശൃംഗി എന്ന ബ്രാഹ്മണ കുമാരൻ ശ്രീ പരീക്ഷത്തിനെ ശപിച്ചതാണോ അതോ അനുഗ്രഹിച്ചതാണോ? ആ ശാപം അന്ന് അവിടെ കിട്ടിയത് കൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പരിസരത്തിൽ വെച്ച് സത്രം ആരംഭിക്കാൻ തോന്നിയത്, അല്ലേ? അതുകൊണ്ടല്ലേ നമുക്ക് ഭാഗവതൻ ലോകത്തിൽ മുഴുവൻ ഇത് ഇവിടെ ഇരുന്ന് കേൾക്കാൻ പറ്റിയത്. ഇത് ഭഗവാൻ നിശ്ചയിച്ചതാ. ഇങ്ങനൊരു ശാപം ശ്രീ പരീക്ഷത്തിന് കിട്ടണം. ആ ശ്രീ പരീക്ഷത്തിലൂടെ എൻ്റെ കഥകൾ ലോകത്തിൽ ഇങ്ങനെ പ്രചരിക്കണം എന്ന് ഭഗവാന്റെ നിശ്ചയമാണ്. അല്ലാണ്ട് ശ്രീ പരീക്ഷത്തിൻ്റെ കഴിവുകേട് കൊണ്ട് അദ്ദേഹത്തിന് കരിബാധിച്ചതല്ല. ശ്രീ പരീക്ഷത്തിന് ഭരണപാഠവും ഇല്ലാത്തത് കൊണ്ടല്ല. ഇത് ഗുരുവായൂരപ്പൻ്റെ അതായത് പ്രേരണ, ഭഗവാന്റെ ഇച്ഛയാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ എന്നാണ് പറഞ്ഞു. ഇപ്പം എൻ്റെ അതിഥിയായിട്ട് വന്നതോടുകൂടി എൻ്റെ ജീവിതം ധന്യമായിട്ട് തീർന്നിരിക്കുന്നു എന്നാണ്. നോക്കൂ, അങ്ങയെ സ്മരിച്ചാൽ തന്നെ മഹാപാപങ്ങളൊക്കെ നശിക്കുന്നതാണ്. ഇപ്പോ ശ്രീകൃഷ്ണ ഭഗവാൻ എന്നോട് സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് അഭിമേ ഭഗവാൻ പ്രീത കൃഷ്ണ പാണ്ഡുസുധപ്രിയ. അതായത് എന്നോട് ശ്രീകൃഷ്ണ ഭഗവാൻ സന്തോഷിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമാണ് എനിക്ക് അങ്ങയെ അതിഥിയായിട്ട് കിട്ടിയത് എന്ന് പറയുകയാണ്. അങ്ങനെയുള്ള അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ ഒരു ഗൃഹസ്ഥൻ്റെ മുമ്പിൽ വന്നാൽ ഒരു പശുവിനെ കറക്കുന്ന സമയം മാത്രമേ മഹാത്മാക്കള് ഗൃഹസ്ഥൻ്റെ മുമ്പിൽ നിൽക്കുള്ളൂ എന്നാ പറയുക. ഒരു പശുവിനെ കറക്കാൻ എത്ര സമയം വേണം? ഇന്നത്തെ കറക്കലല്ല കേട്ടോ. പണ്ടൊക്കെ പശുക്കളെ പ്രസവിച്ചു കഴിഞ്ഞാൽ പശുക്കിടാവിന് വേണ്ടത് കുടിച്ചു കഴിഞ്ഞ് ബാക്കി വല്ലതും ഉണ്ടെങ്കിലേ നമുക്ക് കറക്കാൻ അവകാശമുള്ളൂ. അപ്പോൾ പിന്നെ വലിയ സമയം വേണ്ടി വരില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, സഗോദോഹന മാത്രം ഹി ഗൃഹേഷു ഗൃഹമേധിനാം. അപ്പം അങ്ങനെ കുറച്ച് സമയം മാത്രം നിൽക്കുന്ന കൂട്ടരാണ് നിങ്ങളെപ്പോലുള്ള ആളുകൾ, അല്ലേ? അങ്ങനെയുള്ള അങ്ങയോട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. എന്താ അത്? അന്യതാദേ അവ്യക്തകഥേ ദർശനം കഥം നൃണാം നിതരാം മ്രിയമാണാനാം സംസിദ്ധസ്യ വനീയസ. അതായത് നിതരാം മ്രിയമാണാനാം, അതായത് സർവഥാ മ്രിയമാണസ്യ എന്നാണ്. എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്നാണ്. അപ്പം നോക്കൂ, ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നല്ല ചോദിച്ചത് കേട്ടോ. ഇവിടെ പരീക്ഷിത്ത് ശുകനോട് ചോദിച്ചത് മരിക്കാൻ പോകുന്ന ഞാൻ എന്ത് ചെയ്യണം എന്നല്ല ചോദിച്ചത്, മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ്റെ കർത്തവ്യം എന്നാണ് ചോദിച്ചത്. അപ്പം ആരെ കുറിച്ചാണ് ചോദിച്ചത്? നമ്മുടെയൊക്കെ ചോദ്യ. നമ്മളൊക്കെ അല്ലേ? ചിന്തിച്ച് നോക്കൂ, നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുകയാണോ ജീവിച്ചുകൊണ്ടിരിക്കുകയാണോ? ചിന്തിക്കിൻ. ഉറപ്പല്ലേ? ഇതറിയാണ്ടാണ് നമ്മൾ എന്ത് പറയുക? വി ആർ ലിവിങ്. നാണം ഉണ്ടോ അങ്ങനെ പറയാൻ? വി ആർ ലിവിങ് ആണോ? വി ആർ ഡൈയിങ് എന്നല്ലേ പറയേണ്ടത്? ഓരോ ദിവസം കഴിയും തോറും, ഓരോ ശ്വാസോച്ഛ്വാസം കഴിയും തോറും നമ്മൾ എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? മരണത്തിലേക്ക്. അപ്പം നമ്മളൊക്കെ മരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടരാ.
അപ്പം നമ്മളെയൊക്കെ ഉദ്ദേശിച്ച് ചോദിച്ച ചോദ്യ നേരത്തെ പറഞ്ഞതുപോലെ പരീക്ഷത്തിന് 7 ദിവസം കഴിഞ്ഞിട്ടേ ആവുള്ളൂ. നമുക്കങ്ങനെയല്ല, എപ്പോൾ വേണമെങ്കിലും ആവാം. അപ്പം എപ്പോഴും മരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ രാവിലെ 6 മണിക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം 6 മണി ആവാൻ പോണു, അത്രയും സമയം നമ്മുടെ മരിച്ചു. ഇനി ഇത് കിട്ടുമോ? ഈ പിറന്നാളൊക്കെ കണക്കാക്കും. ഇപ്പം എത്രയായി? ഇപ്പോൾ 78. അതിൻ്റെ മുമ്പിലൊരു മൈനസ് എന്നും കൂടി ചേർത്തിട്ട് പറയും. ഭഗവാൻ തന്ന കോട്ടയിൽ നിന്ന് 78 കഴിഞ്ഞു. ഇത് നമ്മളിങ്ങനെ പച്ചക്കുടത്തിലെ വെള്ളം പോലെ ആയുസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയില്ല. നമ്മളിങ്ങനെ കൂട്ടിക്കൂട്ടിയിട്ടാ എണ്ണി എണ്ണി കുറയുന്നിതായുസും മണ്ടി മണ്ടി കരേറുന്നു മോഹവും. എണ്ണിയ കൂടുകയല്ലേ വേണ്ട അല്ലേ? 1, 2, 3 മേപ്പിട്ടല്ലേ എണ്ണുക. ആയുസിൻ്റെ കാര്യത്തിലോ അത് കുറഞ്ഞിട്ടാ പോണ അല്ലേ? അപ്പൊ ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന്റെ കർത്തവ്യം എന്താണ്? ആ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യ ശ്രോതവ്യമതോ ജപ്യം എൽ കർത്തവ്യം നൃഭിപ്രഭോ സ്മർത്തവ്യം ഭജനീയം വാ ബ്രൂഹിയദ്വാ വിപര്യം. അതായത് മനുഷ്യൻ എന്തിനെക്കുറിച്ച് ജപിക്കണം, എന്തിനെക്കുറിച്ച് സ്മരിക്കണം, എന്തിനെക്കുറിച്ച് കീർത്തിക്കണം, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതും ചെയ്യേണ്ടത് എന്താണ്, ചെയ്യാൻ പാടില്ല. അതെന്തിനാ ചെയ്യാൻ പാടില്ലാത്ത ചോദിച്ചത്? ചെയ്യേണ്ടത് ചെയ്തിട്ടില്ലെങ്കിലും അരുതാത്തത് ചെയ്യാതെയെങ്കിലും ഇരിക്കണം. അതാണ് ഇവിടെ ഈ വിപര്യം കൂടി ചോദിച്ചത് എന്നാണ്. അപ്പൊ ഈ ചോദ്യത്തോട് കൂടിയിട്ടാണ് ഇപ്പം ഇങ്ങനൊരു ചോദ്യം ശ്രീപരീക്ഷത്ത് ശ്രീശുകനോട് ചോദിച്ചപ്പോൾ ശുകന് മനസ്സിലായി ഇത് പരീക്ഷത്തിന് വേണ്ടി ചോദിച്ചതല്ല എന്ന്. രാജാവേ, അങ്ങക്ക് പേടിയൊന്നും വേണ്ട. അവിടെ വെച്ച് ശുഗമഹർഷി ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. ഇന്നത്തെ ആചാര്യന്മാർക്കൊന്നും അത് കൊടുക്കാനുള്ള കഴിവുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്താ പറഞ്ഞത്? രാജാവേ, 7 നാളുണ്ടല്ലോ ജീവിച്ചിരിക്കുവാൻ, പാഴാകാ നിഞ്ചന്മം ഞാനുള്ളപ്പോൾ. രാജാവേ, 7 ദിവസമില്ലേ അങ്ങയുടെ മുമ്പില്? ഞാൻ ഇവിടെ ഉണ്ട്. ഇങ്ങനെ പറയാൻ ഒരാൾ വേണ്ടേ? ചിന്തിച്ച് നോക്കൂ നിങ്ങൾ. രോഗം കലശലായിട്ടിരിക്കുമ്പോഴേ ഡോക്ടർ വന്ന് പുറത്ത് തട്ടി പേടിക്കണ്ട കേട്ടോ ഞാനുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് മരണഭയം കൊണ്ട് അർത്ഥനായിട്ടുള്ള ശ്രീപരീക്ഷത്തിൻ്റെ മുമ്പിൽ ശ്രീശുക ബ്രഹ്മഋഷി വന്ന് കൊടുക്കുന്ന ഗ്യാരണ്ടിയാണ്, രാജാവേ 7 നാളുണ്ടല്ലോ ജീവിച്ചിരിക്കുവാൻ, പാഴാകാ നിഞ്ചന്മം ഞാനുള്ളപ്പോൾ. കണ്ണനെ ചിന്തിച്ചു ദേഹം വേടിഞ്ഞിടും, ഔവണ്ണം നിന്നെയും പ്രാപ്തനാക്കാം. ഈ ഒരു ഗ്യാരണ്ടിയാണ് ശുഗമഹർഷി ശ്രീപരീക്ഷത്തിന് കൊടുക്കുന്നത്, മരണത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഉപായം. അപ്പോൾ ആ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടത് എന്താണ് അത് നമുക്ക് കാണിച്ചു തരികയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. മരണമല്ല നമ്മുടെ ദുഃഖത്തിന് കാരണം, മരണഭയമാണ്. ശരീരാഭിമാനം കൊണ്ട് മാത്രം തോന്നുന്നതാണ് നമുക്ക് ഈ മരണഭയം. ആ ശരീരാഭിമാനം നമ്മളിൽ നിന്ന് പൂർണ്ണമായിട്ടില്ലാണ്ടായാൽ പിന്നെ നമുക്ക് മരണഭയത്തെക്കുറിച്ചുള്ള ചിന്തയുമില്ല. അപ്പം നമ്മുടെ ഉള്ളിൽ ഇതൊരു ബോധം വേണം. എന്ത്? ഞാൻ മരിക്കുന്നവനാണ് അല്ലേ? ആ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മതി. അതിനാണ് പണ്ടൊക്കെ ഈ മരണം അറിഞ്ഞാൽ അത് ചെന്ന് കാണണം എന്ന് പറയും. എന്തിനാ? അയാൾ കിടക്കണ കിടപ്പ് നമ്മളൊന്ന് ഓർമ്മിക്കുക. ഞാനും നാളെ എൻ്റെ ഭൂമുഖത്ത് ഇങ്ങനെ കിടക്കേണ്ടവനാണ് എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ വന്നാൽ, എൻ്റെ ഗുരുനാഥൻ എപ്പോഴും പറയും, കുറച്ച് നേരം മരിച്ചു കിടക്കണതായിട്ട് ഒന്ന് ധ്യാനിക്കൂ, പിന്നെ നമുക്ക് മരണഭയം ഉണ്ടാവില്ല. അപ്പം ആ ചോദ്യത്തോട് കൂടിയിട്ടാണ് പ്രഥമസ്കന്ധം അവസാനിക്കുന്നത്. ഈ പ്രഥമസ്കന്ധത്തിന് അധികാരി സ്കന്ധം എന്ന് പറയും. ഭാഗവതത്തിന് ഉത്തമനായിട്ടുള്ള ശ്രോതാവ്, ഉത്തമനായിട്ടുള്ള വക്താവ് ആരാണെന്ന് കാണിച്ചു തരും. 3 പേരെ കാണിച്ചു തന്നു അവിടെ അല്ലേ? സൂതശൗനകാദികൾ, വ്യാസനാരദാദികൾ, ശുകനും ശ്രീപരീക്ഷത്തും. അപ്പോൾ ഉത്തമനായിട്ടുള്ള വക്താവ് ആരാ? പരമവൈരാഗ്യം വന്ന ഉത്തമനായിട്ടുള്ള ശ്രോതാവ്, പരമവൈരാഗ്യം വന്ന പരീക്ഷത്ത്. ഉത്തമനായിട്ടുള്ള വക്താവോ ആത്മാരാമനായിട്ടുള്ള
ശുകമഹർഷി എന്നാണ് അല്ലേ. ഇപ്പോൾ സൂതൻ ശൗനകൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കഥ തന്നെയാണ്. എന്താ ഈ ശൗനകൻ എന്ന് വെച്ചാൽ കം ഇതി ശൗനക, സുഖം അന്വേഷിക്കുന്ന ജീവൻ്റെ പേരാണ്. ആരാ സുഖം അന്വേഷിക്കാത്തത്? അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഏത് ഫാനാ കറങ്ങണതെന്ന് നോക്കിയിട്ടില്ലേ നിങ്ങൾ വന്നിരുന്നത്? നമ്മുടെയൊക്കെ കഥ തന്നെയാണ് പറയണത്. അപ്പോൾ ആ ചോദ്യത്തോട് കൂടിയിട്ടാണ് പ്രഥമസ്കന്ധം അവസാനിക്കുന്നത്. ഇതിന് മറുപടിയാണ് ഇനി ശുകമഹർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. അത് അടുത്ത സ്കന്ധത്തിൽ. ഏതായാലും ഇങ്ങനെയൊരു ഗുരുവായൂരപ്പൻ്റെ അപാര കാരുണ്യം കൊണ്ട് ഇങ്ങനൊരു മഹാസത്രം ഭഗവതി നമ്മളെയൊക്കെ, എൻ്റെ മക്കൾ ഭഗവത് കഥ കേട്ട് ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തട്ടെ എന്ന് വളരെ കാരുണ്യപൂർവ്വം അമ്മ ഒരുക്കി തന്നതായിട്ടുള്ള ഈ ഒരു സത്രം, ആ സത്രത്തിൽ വരാനും ഞാൻ വളരെയേറെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് നാരായണസ്വാമി അവർകൾ. ഞാൻ ഇടയ്ക്ക് ചോദിക്കുക എവിടെയാണ് സത്രം എന്നൊക്കെ. ഏതായാലും ഇപ്പോഴാണ് എനിക്ക് ഇവിടെ വരാനും ഈ ഒരു സത്രത്തിൽ പങ്കെടുക്കാനും ഒക്കെ കഴിഞ്ഞത്. അതിന് ഭാഗ്യം സിദ്ധിച്ചു. അത് ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം. അതിന് വേദി ഒരുക്കി തന്ന ഈ സംഘാടകർ, പ്രത്യേകിച്ച് നാരായണസ്വാമി അദ്ദേഹത്തിനും എൻ്റെ നന്ദി അറിയിക്കണം. ഈ ഭാഗവത സത്രത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ജീവിതത്തെ ഈശ്വരഭക്തിയിലൂടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, മരണഭയം നീങ്ങി നമുക്കൊക്കെ ആ ജീവിതത്തിൻ്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ശ്രീ ഗുരുവായൂരപ്പൻ നമ്മളെയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകളോ അബദ്ധങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ തെറ്റായിട്ടും കരുതി നിങ്ങൾ മാപ്പ് തരിക. എന്തെങ്കിലും നന്നായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഗുരുനാഥൻ്റെ കാരുണ്യം മാത്രമാണ്. ഈ ചെയ്ത പ്രഭാഷണം വാക്പുഷ്പങ്ങളായിട്ട് ഭഗവതിയുടെയും ഭഗവാന്റെയും പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചവിടെ നിർത്താം. കായേന വാചാ മനസ്സേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോപി യദ്യത് സകലം പരസ്മൈ നാരായണായേതി.